ഓരോരുത്തർക്കും ഈ ഇരിക്കുന്ന ഓരോരുത്തരും നാം ഓരോരുത്തരും രഹസ്യമായും പരസ്യമായും പലവിധ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ 10 ആൾ കൂടുന്നിടത്ത് ഒന്നും ചെയ്യൂല. പക്ഷെ രഹസ്യമായി നമ്മുടെ വീടിൻ്റെ അകത്തളത്തിലാകുമ്പോഴോ നമ്മളെ ജോലി സ്ഥലങ്ങളിലോ ഒറ്റയ്ക്കിരിക്കുന്ന വേളകളിൽ പല ആളുകളും പലവിധ വലിയ തെറ്റുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ 5 ക്യാമറകളുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ ഒരളവ് വളരെയേറെ ശ്രദ്ധിക്കും. ഇപ്പോൾ ഡിസംബർ 16 MA യൂസഫ് അലി സാഹിബ് വലിയ മാള് ഓപ്പൺ ചെയ്യുകയാണ്. കേരളം കൊണ്ട് ഏറ്റവും വലിയ മാള് ഓപ്പൺ ചെയ്യുകയാണ് തിരുവനന്തപുരത്ത്, ലുലു മാൾ. ആ മാളുകളിലേക്ക് പിന്നീട് ആളുകൾ കയറുകയാണ്. കയറുമ്പോൾ ആ മാളുകളിൽ പല സ്ഥലങ്ങളിലും ക്യാമറകൾ കാണുന്നു. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇങ്ങനെ വലിയ മാളുകളിലേക്ക് കയറുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴും എവിടെ ചെന്നാലും ക്യാമറകൾ നമ്മുടെ കൺമുന്നിൽ കണ്ടാൽ, അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചാൽ, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് എഴുതി വെക്കപ്പെട്ടാൽ വളരെ ശ്രദ്ധിക്കും. മാന്യനാകും. നമ്മൾ വസ്ത്രം മാന്യതയാക്കും. കാരണം ശരീരത്തിൻ്റെ ഔറത്തുകൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ സ്ത്രീകൾ വരെ വളരെയേറെ ശ്രദ്ധിക്കും. പുരുഷന്മാരും നല്ലതുപോലെ ശ്രദ്ധിക്കും. കളവ് നടത്താൻ വന്നവനും വഞ്ചന നടത്താൻ വന്നവനും എന്തെങ്കിലും കുരുത്തക്കേട് അവിടെ ഒപ്പിക്കാൻ വന്നവനുമൊക്കെ ഈ ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ള ബോർഡ് കാണുമ്പോൾ തന്നെ കൂടുതൽ ഭയപ്പാടോടുകൂടി അച്ചടക്കത്തോടുകൂടി നിൽക്കും. മറ്റുള്ളവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയവൻ വരെ ക്യാമറ കാണുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന എത്രയോ വീഡിയോകൾ ഈ അടുത്തിടെ വൈറലായിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിച്ചിട്ടുണ്ട്. ക്യാമറ കാണുമ്പോൾ മാന്യനാവുകയാണ്. എങ്കിൽ അള്ളാഹു എന്ന ജഗന്നിയന്താവാകുന്ന പരിപാലകനാകുന്ന പടച്ച റബ്ബ് ഏറ്റവും വലിയ ക്യാമറയാണെന്നുള്ള തിരിച്ചറിവ് എന്തേ നമുക്ക് അറിയാതെ പോയത്? കിമാറാത്തുൻ ഖഫിയകളാണ്, നമ്മൾ കാണാത്ത രഹസ്യമായ ഒളിക്യാമറകളാണതൊക്കെ. നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മളെ എപ്പോഴും സദാസമയവും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅലമു ഖായിനതൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ യഅലമു ഖായിനതൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. മനുഷ്യ, തെറ്റുകളിലേക്ക് പോകുന്ന മാനവ, നീ അറിയേണ്ട വസ്തുതയാണ്, നീ കള്ളു കുടിക്കുന്നതും നീ വ്യഭിചരിക്കുന്നതും നീ സിനിമ കാണുന്നതും, പെങ്ങളെ നീ സീരിയലിന് അടിമപ്പെട്ട ജീവിതം നയിക്കുന്നതും, നീ മോശപ്പെട്ട ലോകത്തേക്ക് നിന്റെ കണ്ണും നിന്റെ കാതും ശരീരത്തിൻ്റെ അവയവങ്ങളും അല്ലാഹു അല്ലാത്തതിലേക്ക് തിരിക്കുന്നതുമെല്ലാം വ്യക്തമായി കാണുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ്. ഇന്നല്ലാഹ യഅലമു ഖായിനതൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. തീർച്ചയായും മനുഷ്യ, മാനവ, നിന്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സർവകാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാൻ. ആ റബ്ബിനെ മറക്കാൻ ഈ ലോകത്തൊരു സംഗതിക്കും സാധ്യമല്ല. ഈ ലോകത്തുള്ള സർവവസ്തുക്കളെ കുറിച്ച് വ്യക്തമായി അറിവുള്ളവൻ അവനാണ്. എല്ലാത്തിനെ കുറിച്ചും അറിയാം, എല്ലാ വസ്തുക്കളെ കുറിച്ചും വ്യക്തമായിട്ടറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب മുബീൻ.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അദൃശ്യ ലോകത്തിന്റെ അറിവുകൾ അല്ലാഹുവിനെ മാത്രമാ, അവൻ അറിയിച്ചു കൊടുത്തവർക്ക് മാത്രമാണ്. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെ കുറിച്ചും അറിവുള്ളവൻ അല്ലാഹുവാൻ. ആകാശത്തൂടി പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ചവൻ അല്ലാഹുവാണ്, ജഗന്നിയന്താവാൻ. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ച് വ്യക്തമായി കാഴ്ചപ്പാടുള്ളതും അറിവുള്ളവനും അല്ലാഹുവാ. എത്രത്തോളം വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഉയർന്നു നിൽക്കുന്നതായ വൃക്ഷലതാദികൾ, സസ്യലതാദികൾ നിന്ന് കൊഴിഞ്ഞു വീഴുന്നതായ ചെറിയ ഇലകൾ അതിൻ്റെ ഞട്ടിൽ നിന്ന് പൊടിയുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവൻ അല്ലാഹുവാണ്. ഒരു വൃക്ഷം അതിൻ്റെ ശിഖരങ്ങളിൽ നിന്നുകൊണ്ട് ചെറിയ ഇലകൾ പഴുത്തിട്ട് താഴേക്ക് വീഴുമ്പോഴും അത് ഉണങ്ങിയതാകട്ടെ പച്ചയാകട്ടെ, വല റത്ബിൻ വല യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ, അതൊക്കെ വ്യക്തമായിട്ട് അറിയുന്നവൻ അല്ലാഹയാണ്. ഒക്കെ പടച്ച റബ്ബ് അറിയുന്നുണ്ട്, അപ്പോൾ തന്നെ അറിയുന്നുണ്ട്. ഈ ഒരു വിശ്വാസം നമ്മളിൽ ഇല്ലാതെ പോയി, നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നമ്മൾ ഈ തെറ്റിലേക്ക് പോകുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒന്ന് ചിന്തിക്കണേ മുഅ്മിനേ, നമുക്കൊന്ന് മാറി നടക്കണ്ടേ, ഒന്ന് തിരിയണ്ടേ. എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ നാഥനായ റബ്ബിലേക്കൊന്ന് ഏറ്റുപറയണ്ടേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വ്യക്തമായി വലയം ചെയ്ത് അറിയുന്നവനാണ്. മനുഷ്യരെ നിരീക്ഷിച്ചുകൊണ്ട് സദാസമയം നിലകൊള്ളുന്നവൻ അല്ലാഹുവാൻ. മിർസാദാൻ, പരിപൂർണമായി ജനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ എന്ത് ചെയ്യുന്നു, നീ എവിടെ പോകുന്നു, നീ എവിടെ കിടക്കുന്നു, നീ എവിടുന്ന് ബസ് കയറുന്നു, നീ പുതിയാവിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത്, നീ ഓച്ചിറയിൽ ചെന്നാണോ ഇറങ്ങിയത്, എവിടേക്കാ പോയത്, ഒക്കെ പടച്ച റബ്ബ് അക്യുറേറ്റ് ആയിട്ട് നിന്റെ എഴുന്നേക്കലും കടത്തവും ഇരുത്തവും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മറന്നു പോകുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ. ഈ ഭൗതിക ലോകത്തിൻ്റെ ആഡംബര ആസ്വാദനങ്ങൾക്ക് വശംവദരായി നമ്മൾ പോകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാതിലൂടെ ഒന്ന് ഉപദേശിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരിക. മനസ്സിലാക്കി നിന്റെ തെറ്റുകുറ്റങ്ങൾ എത്രത്തോളം അധികമാണ്. ആ തെറ്റുകുറ്റങ്ങൾ മുഴുവനും നാഥനായ റബ്ബിലേക്ക് നീ ഏറ്റുപറയാൻ സന്നദ്ധനാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പള്ളിയിൽ കൃത്യമായി ജുമുഅ ജമാഅത്തുകൾ കണിശത വെച്ച വ്യക്തിയായി ഒരു സ്വഹാബി വര്യനുണ്ടായിരുന്നു. പ്രസിദ്ധനായ സ്വഹാബിയാൻ. ഒരൊറ്റ വഖത്ത് പോലും ജുമുഅ ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തിയിരുന്നില്ല. എല്ലാ വഖത്തുകളും ഫസ്റ്റ് സഫ്, ഒന്നാമത്തെ സഫിൽ അവ്വൽ വഖത്തിൽ ഇമാമിന്റെ വലതു ഭാഗത്തുണ്ടാവും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാമായി നിർവഹിക്കുന്നു, അദ്ദേഹം എപ്പോഴും പിന്നിലുണ്ടാവും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോവാൻ. നിസ്കാരം കഴിഞ്ഞ് ഇദ്ദേഹം പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ, ഊടുവഴിയിൽ ഒരു പെണ്ണ് എപ്പോഴും കാത്തു നിൽക്കും. ആ പെണ്ണിന്റെ ജോലി മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് വശംവദനാക്കണം, അവളുടെ ഇംഗിതത്തിന് വഴിപ്പെടുത്തി കൊണ്ടുപോകണം, ശാരീരികമായ വേഴ്ച നടത്തണം, അതാണ് ആഗ്രഹം. എല്ലാ ദിവസവും ഈ പെണ്ണ് വന്ന് നിന്ന് പല ചേഷ്ടകൾ കാണിക്കും. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തുറന്നിട്ട് കാണിച്ച് ഇദ്ദേഹത്തെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ നോക്കും. ദിവസങ്ങൾ കഴിഞ്ഞു. മനുഷ്യ സഹജമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പിശാചിൻ്റെ കടന്നുകയറ്റമുണ്ടായി. പെണ്ണിന് വശംവദനായിട്ട് ഈ പാവപ്പെട്ടതാകുന്ന അനുയായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി വര്യൻ അനുചരൻ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ. വീട്ടിൽ ചെന്നു.
പെണ്ണ് വീട്ടിനുള്ളിലേക്ക് സഹോദരൻ കയറിയപ്പോൾ തന്നെ ചെറുപ്പക്കാരനാകുന്ന യുവകോമളനാകുന്ന സഹോദരൻ കയറിയപ്പോൾ ഈ കുലീന തറവാട്ടിൽപ്പെട്ട അതിസുന്ദരിയായ പെണ്ണ് അതിൻ്റെ കൊളുത്ത് ഇടുകയാൻ, വീട് പൂട്ടാൻ. ഞാനും വരാനില്ല, ഒരാൾ പോലുമില്ല ചോദിക്കാൻ, എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. കൊളുത്തിട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാണുന്നത് ഈ മനുഷ്യൻ ബോധം കെട്ട് കിടക്കാൻ. ഈ മനുഷ്യൻ ഒരായത്ത് ഹൃദയത്തിലേക്ക് വരാൻ, ഒരായത്ത് അദ്ദേഹത്തിന് തിരിഞ്ഞു നടക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപക്ഷെ പ്രേരണ നൽകുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് നമ്മളോട് പറയുന്നുണ്ട് അത് തെറ്റാണ്, തെറ്റാണെന്ന് 100 ആവർത്തി പറയുന്നുണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കാൻ പിശാചിന്റെ പ്രേരണ കൂടുമ്പോൾ മനുഷ്യന്റെ മനസ്സ് അതിന് വഴിപ്പെടുകയാണ്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, മനുഷ്യൻ്റെതാകുന്ന നഫ്സ്, അവൻ്റെ സ്വന്തം ആത്മാവ്, ശരീരം എപ്പോഴും കൽപ്പിക്കുക മോശമായ പ്രവർത്തനങ്ങളോടാണ്, തെറ്റുകളോടാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ അവൻ അതിജീവിക്കുന്നു, കൂടുതൽ അതിനോട് താല്പര്യം വെക്കുന്നു. ഈ ചെറുപ്പക്കാരനായ സഹോദരൻ വീട്ടിനുള്ളിൽ കടന്നു, ഒരായത്ത് ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ആയത്തിതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തഖൂ ഇദാ മസ്സതുഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഇന്നല്ലദീന തഖൂ إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. തീർച്ചയായും തഖ്വയുള്ള ആളുകൾ, ഹൃദയത്തിൽ ഭയഭക്തിയുള്ള ആളുകൾ, അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് അചഞ്ചലമായ കറകളഞ്ഞ ഈമാനോടുകൂടി നിലകൊള്ളുന്ന ആളുകൾ, നമസ്കാരങ്ങൾ കൃത്യത വെക്കുന്ന ആളുകൾ, അവരുടെ ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിൽ ഈമാനികമാകുന്ന പ്രഭയുള്ളതുകൊണ്ട് തന്നെ ഇദാ മസ്സതുഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറൂ, പിശാചിൻ്റെതാകുന്ന കരവലയത്തിൽ അവർ ഒരിക്കലും തന്നെ പെടുകയില്ല. പിശാച് അവരിലേക്ക് കടന്നു വന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതാണ്. കള്ളു കുടിക്കാൻ വേണ്ടി കൂട്ടുകാർ പ്രേരിപ്പിച്ചാൽ, സിനിമ കാണാൻ വേണ്ടി കൂട്ടുകാർ പ്രേരിപ്പിച്ചാൽ, ഇന്ന സീരിയൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കാണാൻ വേണ്ടി ആര് പ്രചോദനം നൽകിയാലും, ഏതൊക്കെ നിലയിൽ മോശമായ പ്രവർത്തനത്തിലേക്ക് നിന്നെ കൊണ്ടുപോയാലും, നീ അവിടേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് ഹൃദയത്തിലെ തഖ്വയിൽ നിലകൊള്ളുന്ന ആളുകളില്ലയോ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അള്ളാഹുവിനെ ഓർക്കുന്നതാണ്. തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. തെറ്റുകളിലേക്ക് പോയ മനുഷ്യൻ റബ്ബിനെ ഓർത്തുകൊണ്ട് ഉൾക്കാഴ്ചയുള്ളവനായി അവൻ ആ തെറ്റിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ, ഇത് അബദ്ധ സഞ്ചാരമാണെന്ന് മനസ്സിലാക്കി നന്മയുടെ വഴിത്താരയിലേക്ക് കടന്നു വരാൻ അവന് ശ്രദ്ധ ചെലുത്തുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ആയത്ത് ഓതിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ ബോധരഹിതനായി വീഴുന്നത്. സുബ്ഹാനല്ലാഹ്, ആളുകൾ അദ്ദേഹത്തെ കൈത്തണ്ടയിലിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. പ്രസിദ്ധനായ സ്വാമിവര്യനാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ്, പള്ളിയിലെ മാടപ്രാവായി നിലകൊണ്ടതായ വ്യക്തിയാണ്, കൃത്യമായി ജമാഅത്തുകൾ കണിശത വെച്ചതായ വ്യക്തിയാണ്. ചുറ്റുമൂലയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നമസ്കാരം കൃത്യത വെക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാര ഇതിവൃത്തത്തിൽ നിന്ന് സംരക്ഷണം നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ
മുൻകരി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയ സംഗതിയാണ്. തീർച്ചയായും നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരുണ്ടോ, അത് ചിറ്റുമൂല ജമാഅത്തിലാകട്ടെ, അത് വട്ടവറമ്പിലാകട്ടെ, അത് പാലോളി കുളങ്ങരയിലാകട്ടെ, അത് കരുനാഗപ്പള്ളി സെന്ററിലാകട്ടെ, അത് ടൗൺ പള്ളിയിലാകട്ടെ, ഏത് മഹല്ലത്തിൽ വന്നുകൊണ്ട് നിന്റെ നമസ്കാരം നീ നിലനിർത്തിയാലും കൃത്യമായി നീ ജുമുഅ ജമാഅത്തുകൾ ശ്രദ്ധിക്കുന്നവനാണോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ അവ്വല് വഖത്തിൽ തന്നെ എനിക്ക് നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവ്വല് വഖത്തിൽ നമസ്കരിക്കുന്ന പെങ്ങളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മ്ലേച്ഛതയിൽ നിന്നും അവരെ തടയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. നിന്നിലുള്ള കള്ളുകുടി മാറാൻ, നിന്നിലുള്ള വ്യഭിചാരം മാറാൻ, നിന്നിലുള്ള അശ്ലീലത മാറാൻ, ചെറുപ്പക്കാരാ സഹോദരാ, നിനക്കിതാ വിശുദ്ധമായ പള്ളിയുടെ അകത്തളം തുറന്നിട്ടിരിക്കുകയാണ്. ആ പള്ളിയിലേക്ക് നീ ഒന്ന് കടക്കണേ, ആ പള്ളിയിൽ നമസ്കാരം ഒന്ന് നിലനിർത്തണേ. അൽ മസാജിദു തുളിഉ ലി അഹ്ലി സമാ കമാ തുളിഉ നുജൂമ ലി അഹ്ലിൽ അർളി. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങൾ ഭൂമിയിലേക്ക് ഡയറക്ഷനായി ഭൂമിയിൽ പ്രകാശം ചൊരിയുന്നത് പോലെ ഭൂമിയിലുള്ളതാകുന്ന സർവ പള്ളികളും ആകാശത്തിന് ഡയറക്ഷനാണ്, ആകാശത്തിന് പ്രകാശം ചൊരിയുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ പള്ളിയുടെ അകത്തളത്തിലേക്ക് വന്നിരുന്നുകൊണ്ട് നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവരെ, ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നവരെ, ഇഅ്തികാഫിന്റെ നിയ്യത്തിൽ നിലകൊള്ളുന്നവരെ, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും അല്ലാഹു നിന്നെ സംരക്ഷിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായി അല്ലാഹു സംരക്ഷിച്ചില്ലേ? എല്ലാവിധ സൗകര്യമുണ്ടായ മനുഷ്യനാണ്. കുലീന തറവാട്ടിൽപ്പെട്ട പെണ്ണുമായിട്ടാണ് ബന്ധം പുലർത്താൻ പോയത്. പക്ഷേ ജുമുഅ ജമാഅത്തുകൾ കൃത്യത വെച്ചിരുന്ന വ്യക്തിയെ അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രഭ അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഓതലിലൂടെ ഈമാൻ അധികരിച്ച പ്രസിദ്ധനായ സഹാബി ബോധരഹിതനായി വീണപ്പോൾ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ കൈത്തണ്ടയിലിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ അല്പം ആരോ വെള്ളം മുഖത്ത് തെളിയിക്കുകയാണ്. എഴുന്നേൽക്കുന്ന സഹാബിയോട് കൂട്ടുകാര് ചോദിക്കുകയാണ്, മാലക, എന്ത് പറ്റിയ അബ്ദല്ലാഹ്, എന്ത് പറ്റിയ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ദാസ, എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ആ പ്രസിദ്ധനായ കൂട്ടുകാരനോട് ചോദിക്കുമ്പോ ആ സഹാബി വര്യന് പറയുകയാണ്, എല്ലാ സംഗതികളും വിശദീകരിക്കുകയാണ്. ഞാൻ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ എന്നെ മോശമായി പ്രേരിപ്പിച്ചുകൊണ്ട് അവളുടെ ഇംഗിതത്തിന് വഴിമാറ്റാൻ പരിശ്രമിച്ച പെണ്ണിൻ്റെതാകുന്ന വാക്കിന് വശംവദനായി ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോ ഒരായത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ്. ഏതാണ് ആയത്തെന്ന് ജിജ്ഞാസയോടുകൂടി താല്പര്യത്തോടുകൂടി കൂട്ടുകാർ ചോദിക്കുമ്പോ പ്രസിദ്ധനായ സഹാബി വര്യൻ അബ്ദുള്ള ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ്ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. തീർച്ചയായും തഖ്വയുള്ള ആളുകൾ, പടച്ചറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് നമസ്കാരങ്ങൾ നിലനിർത്തുന്ന ആളുകൾ, നോമ്പ് നോൽക്കുന്ന ആളുകൾ, സകാത്ത് കൊടുക്കുന്ന ആളുകൾ, പാവങ്ങളുടെ കണ്ണീരപ്പുന്ന ആളുകൾ, നിരാലംബർ
അവർക്ക് അവലംബമാകുന്ന ആളുകൾ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്ന സാലിഹ്യങ്ങൾ, അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് മോശമാകുന്നതാകുന്ന ചിന്തകൾ കടന്നു വരുമ്പോൾ തന്നെ ഉടനടി പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹു പുതുക്കി കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. അതിലൂടെ അവർ തൗബ ചെയ്തുകൊണ്ട് ഉൾക്കാഴ്ചയുള്ളവരായി തിരിഞ്ഞു നിൽക്കുകയാണ്. ആ തെറ്റിൽ നിന്നവർ മാറി സഞ്ചരിക്കുകയാണ്. ഇത് മോശമായ സഞ്ചാരമാണ്, ഇത് അബദ്ധ സഞ്ചാരമാണ്, ഇത് തെറ്റിന്റെ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ വഴിത്താരയിലേക്ക് മാറി ചിന്തിക്കാൻ അവർ തയ്യാറാവുകയാണ്. ഈ ആയത്തങ്ങ് ഓതി പൂർത്തീകരിച്ച് കലിമ ഉറക്കെ ചെല്ലുക, മുഹമ്മദുർ റസൂലുള്ളാഹ്. കൂട്ടുകാര് നോക്കുമ്പോ അബ്ദുള്ള എന്ന സ്വഹാബി വര്യൻ ഫമാത ഹീനൈദിൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ആയത്തും കലിമയും അങ്ങ് ചൊല്ലിയിട്ട് ഈ ലോകത്ത് നിന്ന് എന്നേക്കമായി വിട പറയുകയാണ്, മരണപ്പെട്ടു പോവുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചാരത്തേക്ക് ആളുകൾ ഓടിക്കൂടുകയാണ്. ഈ മനുഷ്യനെ ഖബറടക്കി സുബൈ നമസ്കാരം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെവിടെ, ജുമാ ജമാഅത്തുകൾ കൃത്യത വെച്ച കൂട്ടുകാരനെവിടെ, പള്ളിയിലെ മാടപ്രാവ് എവിടെയെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അന്വേഷിക്കുമ്പോ മദീന പള്ളിയുടെ തീരത്തുള്ള ജന്നത്തുൽ ബഖീല ഖബർ കാണിച്ചിട്ട് സ്വഹാബിവര്യന്മാർ പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മരണപ്പെട്ടു പോയി അദ്ദേഹം. ഇന്നലെ രാത്രിയിലാണ് സംഭവം. ഇശാ കഴിഞ്ഞ് പോകുമ്പോൾ ഇന്നാലിന്ന പെണ്ണ് വശീകരിക്കാൻ നോക്കി. വിശുദ്ധമായ ഖുർആനിൽ ഇന്ന ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം രക്ഷ പ്രാപിച്ചുകൊണ്ട് വന്നവനാണ്. അതേ ആയത്ത് തന്നെ ഞങ്ങൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് മരണപ്പെട്ടു എന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കൂട്ടുകാരോട് പറയുകയാണ്, വിഷമിക്കണ്ട കേട്ടോ, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം, നമ്മൾ തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒത്തു. ആരും അറിയില്ല, രഹസ്യമായി കാര്യം നടത്തിയിട്ട് പോകാം. ഇവിടെ പല ആളുകളും അത്തരത്തിൽ തെറ്റ് ചെയ്യുന്നവരില്ലേ? പാതിരാത്രി സമയത്ത് തന്റെ ഭാര്യ ഒറ്റക്കാക്കിയിട്ട് ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും വിവിധ സ്റ്റേറ്റുകളിലേക്കും ഒക്കെ പോയി മോശപ്പെട്ട പെണ്ണുങ്ങളുമായിട്ട് ശരീരബന്ധം ചേർക്കുന്ന പുരുഷന്മാർ നമ്മുടെ നാടുകളിലില്ലേ? എത്രയെത്ര ആളുകളുണ്ട് വ്യഭിചരിക്കാൻ മടിയില്ലാത്തവർ, ഉളുപ്പില്ലാത്തവർ, നാണമില്ലാത്തവർ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞതിന്റെ പേരിൽ മറ്റൊരു പരസ്ത്രീയുമായിട്ട് ശരീരത്തെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന യുവാക്കളില്ലേ? എല്ലാവർക്കും എല്ലാം രുചിച്ചറിയണം. അതാണ് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ രുചിക്കണം. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് ഉസ്താദെ. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഒന്ന് വ്യഭിചരിച്ചിട്ട് അതിന്റെ രുചി എന്നറിയാം. എന്താണ് ഈ വ്യഭിചാരം? കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, രുചി അറിഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം വ്യഭിചാരശാലയിൽ പോയാൽ എന്താണ്? ചില ബ്ലോഗ് ചെയ്തുകൊണ്ട് നടക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലെ റെഡ് സീറ്റിലാണ്. എന്നിട്ട് പറയുന്നത് ഇവിടെ കണ്ട ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ കാണാം. അതാണ് 1 മില്യൺ വ്യൂവേഴ്സ്, ഭയങ്കര വ്യൂവേഴ്സ്, എല്ലാവരും അത് കയറി കാണുകയാണ്. കാരണം 10 പേരെങ്കിലും കണ്ട റാഹത്തായല്ലോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ ബ്ലോഗിനാണ് കൂടുതൽ വ്യൂവേഴ്സ് വരിക. തൊട്ടപ്പുറത്ത് വഅലിൻ്റെ, തൊട്ടപ്പുറത്ത് ബുറുദയുടെ, തൊട്ടപ്പുറത്ത് ഖുർആനോദലിൻ്റെ ഉണ്ട്. അതിനകത്ത് കയറി നോക്കണം, 1000 തികഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ മൊബൈലിൽ കുത്തി നിറച്ചിരിക്കുന്ന അശ്ലീലതകൾ എത്രയാ? ഈ ഇരിക്കുന്ന ഓരോരുത്തരും, നമ്മളെല്ലാവരും അവരവരുടെ സ്വന്തം മൊബൈലിനകത്ത് ആരുമറിയാതെ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മോശപ്പെട്ട ആപ്ലിക്കേഷനുകൾ എത്രയാണ്? ആരുമറിയാതെ, വാപ്പയറിയാതെ, ഉമ്മയറിയാതെ രഹസ്യമായി പാതിരാത്രി സമയങ്ങളിൽ ചാറ്റിംഗ് നടത്തുന്ന എത്രയെത്ര സഹോദരിമാർ, എത്രയെത്ര ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസം വന്നത് മുതൽക്ക് ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി വാപ്പ വാങ്ങിച്ചു കൊടുത്തതാകുന്ന 10,000 രൂപയുടെ മൊബൈൽ ഫോണിലൂടെ, 25,000 രൂപയിലുള്ള ലാപ്ടോപ്പിലൂടെ, 15,000 രൂപയിലുള്ള ടാബിലൂടെയൊക്കെ അശ്ലീലമാക്കപ്പെട്ട ലോകത്തേക്ക് മുഖം തിരിക്കുന്നതാകുന്ന തിരിച്ചിട്ടുള്ള എത്ര യുവതി യുവാക്കൾ നമ്മുടെ കരുനാഗപ്പള്ളി ദേശത്തുണ്ട്. എത്ര ഒളിച്ചോട്ടങ്ങൾ ഈ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് നടന്നിട്ടുണ്ട്.
എത്ര ഒളിച്ചോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണിതിന് ഉത്തരവാദി? മദ്രസകളിൽ ഉസ്താദുമാർ, സമുന്നതരായിരിക്കുന്ന ഇരിക്കുന്ന ഉലമാക്കൾ, അവരൊക്കെ കൃത്യമായി മദ്രസകൾ വെച്ചുകൊണ്ട് മക്കൾക്ക് തർബിയത്ത് കൊടുക്കുന്നു. നിസ്കരിക്കണം, നിങ്ങൾ നോമ്പ് പിടിക്കണം, നിങ്ങൾ സൽസ്വഭാവികളാകണം. അതിനുവേണ്ടി അഖ്ലാഖ് എന്ന പേരിൽ തന്നെ പ്രത്യേകമായ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയുണ്ട്, ഒരു പ്രത്യേക ഫന്ന് തന്നെയുണ്ട്. ഇസ്ലാമിക ചരിത്രങ്ങൾ അറിയാൻ പുതിയ പുതിയ യുക്തിവാദികളും കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ ചരിത്രങ്ങളെ വളച്ചൊടിക്കുന്നതാകുന്ന മക്കൾ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, താരീഖ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ചാപ്റ്റർ തന്നെ ഇവിടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. മക്കൾക്ക് സൽസ്വഭാവം ഉണ്ടാകാൻ അഖ്ലാഖ്, അവർക്ക് മതപരമാകുന്ന ദീനിയായ വിഷയങ്ങൾ പഠിക്കാൻ ദീനിയാത്ത്, അവർക്ക് നിസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സകാത്തിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് എന്ന് വേണ്ട അവർക്ക് ശുദ്ധിയാകുന്നതും അശുദ്ധിയാകുന്ന ഘട്ടങ്ങൾ, അതിൻ്റെ ദിവസത്തിൻ്റെ ക്രമീകരണങ്ങൾ, ഏതൊക്കെ രീതിയിൽ ശുദ്ധി നടത്തണം എന്നതിനെക്കുറിച്ച് സ്ത്രീകൾക്കറിയേണ്ട അറിവുകൾ വരെ, പുരുഷന്മാർക്കറിയേണ്ട അറിവുകൾ വരെ കൃത്യമായി അടയാളപ്പെടുത്തി ജീവിത വ്യവഹാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം ഫിഖ്ഹുകൾ ഇവിടെയുണ്ട്. ഇതൊക്കെ പഠിപ്പിച്ച് മക്കളെ 8ഉം 10ഉം +2 വരെ മദ്രസ വിദ്യാഭ്യാസം കൊടുത്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് നൽകിയപ്പോ കേവലം 2 കൊല്ലം കൊണ്ട് പ്രിയപ്പെട്ട മകൾ ഒളിച്ചോടി ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് നൊമ്പരം പറയുന്ന മാതാപിതാക്കൾ. ഇവിടെ 15 വർഷം വരെ ഉസ്താദുമാരുടെ കീഴിൽ ദീനി വിദ്യാഭ്യാസം പഠിച്ചിരുന്നതാകുന്ന ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു ഒളിച്ചോട്ടം ഉണ്ടായിരുന്നില്ല. 2 കൊല്ലം മാതാപിതാക്കളുടെ കയ്യിലേക്ക് തർബീയത്തിന് വേണ്ടി തന്നപ്പോ അവരിലൂടെ ഒളിച്ചോട്ടം പഠിച്ചതാകുന്ന മക്കളില്ലേ ഇവിടെ? കാരണം എങ്ങനെ വീട്ടിൽ ദീനുണ്ടാകും? തിയറിയാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. നിസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സകാത്തിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കാൻ. നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഇത്ര, നിസ്കാരത്തിന്റെ ഫറലുകൾ ഇത്ര, വുളൂഇന്റെ ഷർത്ത്, ഫറല്, സുന്നത്ത് നമസ്കാരങ്ങൾ, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് വീട്ടിലേക്ക് വിടുമ്പോ ആ വീട്ടിൽ സുബഹി നമസ്കരിക്കാത്ത വാപ്പയെയും ഉമ്മയെയുമാണ് മക്കൾ പരിചയപ്പെടുന്നത്. പ്രാക്ടിക്കൽ ആകുന്നില്ല, വീട്ടിൽ നിസ്കാരം ഇല്ല. ആരാണ് ഇവിടെ കുറ്റക്കാർ? ഉസ്താദുമാരാണോ ഉലമാക്കളാണോ? നിങ്ങൾ പറയിൻ, ആരാണ് ഇവിടെ കുറ്റക്കാർ? ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ച് ഏത് കൈ കൊണ്ട് കഴിക്കണം, ബിസ്മി ചൊല്ലി കഴിച്ചാലുള്ള നേട്ടങ്ങൾ എന്ത്, ബിസ്മി ചൊല്ലാതെ കഴിച്ചാൽ പിശാചി നിങ്ങളുടെ ഭക്ഷണത്തിൽ പങ്കാളികളാകുമെന്നുൾപ്പെടെയുള്ള ഹദീസുകൾ ഓതിയിട്ട് പ്രിയപ്പെട്ട മക്കളെ തർബീയത്ത് ചെയ്ത് വീട്ടിലേക്ക് വിടുമ്പോൾ ഉമ്മ ഒരുങ്ങി നിൽക്കുകയാണ്. അടുത്തുള്ളതാകുന്ന വവാക്കാവിലെ കോസ്മോദിലുള്ളതാകുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഐഡിയൽ ഓഡിറ്റോറിയത്തിലേക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി ഉമ്മ റെഡിയായി നിൽക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയോടൊപ്പം മകള് ചെല്ലുന്നു. അവിടെയുള്ള ബൊഫേ സംസ്കാരത്തിന് പ്രിയപ്പെട്ട പിതാവിനോടൊപ്പം മാതാവിനോടൊപ്പം മക്കൾ തയ്യാറാവുന്നു. ആരാണ് ഇവിടെ കുറ്റക്കാർ? ഈ പാശ്ചാത്യന്റെ സംസ്കാരം മക്കൾക്ക് കൈമാറി കൊടുത്തത് ആരാണ് ഇവിടെ? ഏതെങ്കിലും ആലിമീങ്ങൾ പറഞ്ഞോ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്ന്? ഏതെങ്കിലും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടോ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്ന്? കഴിക്കരുത് എന്ന് മാത്രമല്ല, അങ്ങനെ കഴിച്ചാൽ നിനക്ക് രോഗമുണ്ടാകുമെന്ന് വയലു പറഞ്ഞ പണ്ഡിതന്മാരുടെ വാങ്ങിച്ചതാകുന്ന അഖിലുകാരല്ലേ നമ്മൾ? ക്യാൻസറിന് അടിമപ്പെട്ടു പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ആരെങ്കിലും നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ, ആരെങ്കിലും നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ, ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്നില്ലാത്ത രോഗം കൊണ്ടവനെ പരീക്ഷിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം, ഇന്നത്തെ ഉമ്മത്തിന് എന്ത് സംഭവിച്ചു? എല്ലാം ഉണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും കുടിക്കാൻ പറ്റാത്ത സാഹചര്യം. 10,000-കണക്കിന് ആളുകൾക്ക് വിരുന്നൂട്ടിയാലും വീട്ടുകാരൻ ഒരു ഗ്ലാസ് അതിന്റെ മുന്നിൽ വന്നുകൊണ്ട് വിളമ്പുന്നതാകുന്ന ആഹാരപാനീയങ്ങൾ അവരെടുത്ത് കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല. വെൽക്കം ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട്, കുടിക്കാൻ പറ്റുന്നില്ല. വീട്ടുകാരൻ കല്യാണം നടത്താൻ വലിയ ജോറായിട്ട്, ആർഭാടമായിട്ട്, ആലിമീങ്ങളുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചിട്ട് അദ്ദേഹം നടത്തുന്നതാകുന്ന ആർഭാട തുന്തിരമാകുന്ന കല്യാണത്തിന്റെ മുന്നിൽ വിളമ്പി വെക്കുന്ന വെൽക്കം ഡ്രിങ്ക്സ് കുടിക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണം? ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്, കിഡ്നി നശിച്ചിരിക്കുകയാണ്. മധുരമുള്ള വെള്ളം കുടിച്ചാൽ മയ്യത്താവും. കല്യാണം കഴിയുമ്പോൾ, മോടെ കല്യാണം കഴിയുമ്പോൾ മയ്യത്ത് കട്ടിലെടുക്കേണ്ടി വരും. ഇതല്ലേ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ? വിഭവസമൃദ്ധമാകുന്ന തീന്മേശയ്ക്ക് മുന്നിലിരുന്നിട്ട് കഴിക്കാൻ പറ്റാത്തതാകുന്ന ആളുകളിലെ ഇന്നത്തെ തലമുറ. മധുരമുള്ളത് വേണ്ട, എരിവ് കൂടിയത് വേണ്ട, അരിശസിന്റെ അസുഖമാണ്, മൂലക്കുരുവാണ്, ലോകത്ത് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ്.
ഏറ്റവും കൂടുതൽ അത് മതപ്രസംഗത്തിൻ്റെ പോസ്റ്ററേക്കാൾ ഇപ്പോൾ അതാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഏറ്റവും കൂടുതൽ അതിൻ്റെ അഹിലുകാരാണ് ഉള്ളത്. അതാ മനസ്സിലാക്കണം. നിങ്ങൾ ഓർക്കുന്നത് എന്താ? ഈ മൂലക്കുരുവിൻ്റെ പരസ്യം ഒട്ടിച്ചിട്ട് ഇപ്പോൾ ഇതിനെ മാത്രം ആളിത് വിടുന്നത്. ഓരോരുത്തരോട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്കണം, ആചാര്യ എവിടം വരെ? പൊന്നു ആപ്പ ഇരിക്കാൻ മേലാത്ത അവസ്ഥയാണ്. എല്ലാവർക്കും ഉണ്ട്, ആരും മിണ്ടാതിരിക്കുകയാണ്. ഇത് കണ്ടാൽ പോലും ഈ പോസ്റ്റർ കഴിച്ചിട്ട് പിന്നെയും പോയി ചിക്കൻ അടിക്കും. ഇത്ര കഴിച്ചാലും കുഴപ്പമില്ല, കുരു വന്നാലും കുഴപ്പമില്ല എന്ന് നിൽക്കുന്ന ആളുകൾ. അള്ളാഹു നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഉമർ ബിൻ അബി സലമത്ത് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്, ചെറിയ കുട്ടിയാണ്. കുന്തു ഗുലാമൻ ഫീ ഹിജ്ർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി തങ്ങളുടെ മടിത്തട്ടിലിരിക്കുമ്പോൾ ഫകാനതി യദി തതീഷു സഹഫ, കൊണ്ടുവന്ന് വെച്ചതാകുന്ന വട്ടമേശയുടെ ചുറ്റുവട്ടം എൻ്റെ കൈ ഇങ്ങനെ ഒന്ന് പോയി. ഭക്ഷണം ഒന്നേ ഉള്ളൂ, പക്ഷെ പല ഭക്ഷണത്തിലേക്കും കൈ പോയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ, കുൽ ബി യമീനിക വസമ്മില്ല, അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞ് നീ കഴിക്കൻ, ബിസ്മില്ലി കഴിക്കൻ, വലത് കൈ കൊണ്ട് കഴിക്കൻ, വകുൽ മിമ്മാ യലീക, നിന്നോട് ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് നീ കഴിച്ചു തുടങ്ങി. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതില്ല. നടുക്കോട്ട് കറി ഒഴിച്ചിട്ട് വാപ്പ ഇങ്ങനെ കുഴച്ച് കലക്കിയിട്ട് 10 കൈ കൊണ്ട് കുഴച്ചുകൊണ്ട് ഉരുളുണ്ടാക്കിയിട്ടേ കഴിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ അവസ്ഥ. മക്കള് പഠിക്കണ്ടേ വീട്ടിൽ വന്ന്? പാപ്പായും ഉമ്മായി നോക്കിയാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും തന്നെ നടക്കാത്ത അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്രയെത്ര തെറ്റുകൾ! ഇതൊക്കെ നമ്മുടെ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഭക്ഷണങ്ങൾ നിലത്ത് വീഴുന്നു, വിളമ്പുമ്പോൾ തന്നെ നിലത്ത് വീഴുന്നു. ഒരു ചോറ് പോലും നിലത്ത് വീഴാതെ വിളമ്പാൻ വേണ്ടിയിട്ടാണ് കാറ്ററിംഗുകാരെ വിളിക്കുന്നത് തന്നെ. പൈസ കൊടുത്തിട്ട് അവന്മാരെ ഹൈവാന്മാരെ നിർത്തുന്നത് തന്നെ അതിനാണ്. എന്നിട്ടോ അവർ വന്ന് വിളമ്പുന്നോ തെറിപ്പിക്കുക, മൊത്തം ഇരിക്കുന്നവൻ്റെ നെഞ്ചത്തോടി. അവനിങ്ങനെ തടസ്സം പിടിച്ചില്ലെങ്കിൽ തീർന്ന്. അങ്ങനെ കാറ്ററിംഗ് നടത്തുന്നവരുണ്ട്, അവരോടായി പറയുന്നത് ശരിക്കും വിളമ്പിക്കോ, ഇല്ലെങ്കിൽ നാളെ ഹിസാബാണ്. ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഫുലൂസ് വാങ്ങാൻ നിൽക്കരുത്. ഫുലൂസും വാങ്ങി പോക്കറ്റിട്ടിട്ട് ഈ സൈസ് വിളമ്പലാണെങ്കിൽ ആഖിറത്തിൽ വലിയ ഹിസാബാണ്. ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ്, അള്ളാഹു ഒരിടത്ത് ദറജ ഉയർത്തട്ടെ, മലബാറിലേക്ക് വഴുതിന് പോയിട്ട് അവിടുന്ന് ഭാര്യയ്ക്ക് എഴുതിയ കത്തിൻ്റെ ഉള്ളടക്ക സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുക കത്ത്. എന്താ, ഭാര്യയ്ക്കൊന്നും അറിയില്ലേ? നല്ല ആലിമത്താണ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതമല്ലേ, അതുകൊണ്ട് തന്നെ സംശുദ്ധമായ ജീവിതമാണ്. എന്നാൽ പോലും ഭാര്യയ്ക്ക് നിർദ്ദേശം കൊടുക്കാൻ ഒരുപാടുണ്ട്. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞു കണ്ടാലും കഥകടയ്ക്കാതെ നീ ഉറങ്ങരുതേ എന്ന് ഒരു ഭാര്യയോട് ഭർത്താവ് കൊടുക്കുന്ന നിർദ്ദേശം. കാരണം ശരിയല്ലേ? അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഭാര്യയാണ് അവളുടെ വീട്ടിൽ കൈകാര്യകർത്താവ്. പ്രത്യേകിച്ച് ഭർത്താവില്ലാത്ത വേളകളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് അവളാണ്. മക്കളുടെ കാര്യം, വീടിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. വാതിൽ കുത്തിയിട്ടിട്ടുണ്ടോ എന്ന് വരെ നോക്കണം. ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവളാകണം. അതുകൊണ്ട് കഥകടയ്ക്കാതെ നീ കിടന്നുറങ്ങരുത്. ഭാര്യയോട് പറയാൻ, കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞു കണ്ടാലും. മക്കള് നിനക്ക് 9 പേരുണ്ട്. ആ മക്കളിൽ ആരെങ്കിലും വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാൻ ഉമ്മ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും, കഥക് പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാൽ പോലും നീ കഥക് അടച്ചിട്ടുണ്ടോ എന്ന് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതൊക്കെ മാതാപിതാക്കൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട വാക്യങ്ങളാണ് ഇതൊക്കെ. അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോട് കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കഥകിന്റെ അടുത്ത്
അടുത്ത് ചെല്ലണം. എന്നിട്ട് അത് ശരിക്കും നോക്കണം. അതിൻ്റെ ആ കൊളുത്തൊക്കെ ശരിക്കും ഇട്ടിട്ടുണ്ടോ, മുകളിലത്തെ ഇട്ടിട്ടുണ്ടോ, താഴത്തെ ഇട്ടിട്ടുണ്ടോ. എല്ലാവരുടെയും വീടുകൾ വെക്കുമ്പോൾ ഫ്രണ്ട് ഡോർ ഓക്കെയാണ്. അടുക്കള വാതില് പഴയ കസേര കൊണ്ട് ചാരി വെച്ചിരിക്കുക, ഒറ്റ ചവിട്ടിന് കയറാം. ശരിയല്ലേ? ഇതിലിരിക്കുന്ന 95 പേരുടെ അവസ്ഥ അതാ. നേരെ കൊളുത്തു പോലും ഇല്ല. അവിടെ 5-6 ഡെസ്കും ബെഞ്ചും ഒക്കെ കൊണ്ട് ചാരി വെച്ചിരിക്കുക. പഴയ ഡോറായിരിക്കും. ഫ്രണ്ട് ഡോറ് മനോഹരമായ ഡോറ്. ഒരു കള്ളനും അതിലേക്കൂടെ വരൂല. ഒരു കള്ളനും ഫ്രണ്ടിൽ കൂടെ അതിലൂടെ കയറൂല. ഒക്കെ ബൈക്കിൽ കൂടെ വരുള്ളൂ. അവിടെ നല്ല സൗകര്യാർത്ഥം കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ കൊളുത്തുകൾ ഇട്ടിട്ടുണ്ടോ നോക്കണം. പലപ്പോഴും അടുക്കള വാതിലിൻ്റെ കൊളുത്ത് വരെ മുകളിലത്തെ ഇടുകയുള്ളൂ, താഴത്തെ ഇട്ടിട്ടുണ്ടാവൂല. ഇന്ന് നിങ്ങൾ ഇടാൻ നോക്കിയാൽ തന്നെ പറ്റൂല. നാളെ ആശാരി വിളിക്കേണ്ടി വരും. കാരണം അതിൻ്റെ കയറി ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കൊലത്തില എല്ലാവരുടെയും കൊളുത്തുണ്ടാകും. ഇന്ന് വേണേൽ രാത്രി പോയിട്ട് നോക്കിയോ. കാരണം ഇത് ഇടത്തില്ലേ, കൊളസ്ട്രോളാണ്, കുനിയാൻ മേല. അവിടെ മട്ടൻ ബിരിയാണി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അത് കഴിച്ചിട്ട് ബാക്കി ഇടായിരുന്നു. താഴോട്ട് കുനിയണമെങ്കിൽ 500 രൂപ അവിടെ ഇട്ട് കൊടുക്കണം ഹാജിയാർക്ക്, എന്നാലേ കുനിയുള്ളൂ. അതാണ് അവസ്ഥ. കുനിയല്ല, അത് കുനിഞ്ഞിട്ടത് ഇടണ്ടേ. അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോട് കൊളുത്ത് സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ. എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വരികൾ. മാഷാ അല്ലാഹ്, കത്തിലുള്ള വരികളാണ്. തഴവ ഉസ്താദ് എഴുതി. ഒന്ന് ചിന്തിച്ചു നോക്ക്. വീട്ടിൽ നടക്കുന്ന ഏതെല്ലാം ആത്മീയമായ കാര്യങ്ങളുണ്ട്, അതിലെല്ലാം ഇടപെടുകയാണ്. ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ഒരൊറ്റ വറ്റ് പോലും കളയാൻ പാടില്ല. വലിയൊരു സൂഫി വര്യൻ വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ ഭാര്യയോട് പറഞ്ഞു, എല്ലാ ദിവസവും ഭക്ഷണം വിളമ്പുമ്പോൾ നീ ഒരു. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതാണ് പഴയ കാലത്തിൻ്റെ സൂക്ഷ്മത. ഇന്നത് വല്ലാതെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വേണമെങ്കിൽ നാളെ ഞായറാഴ്ചയല്ലേ, കല്യാണത്തിന് പോയി നോക്കാം, അപ്പം അറിയാം. വിളമ്പുകയാണ്. ഇത് നമുക്ക് തന്നെ അങ്ങനെയാണ്. വീട്ടുകാരനായിരിക്കും വിളമ്പുന്നത്. കാശിൻ്റെ ഗരിമ നമ്മൾ ചോറ് കളഞ്ഞിട്ടല്ല കാണിക്കേണ്ടത്. ആ ചോറ് കൊണ്ട് പണത്തിന്റെ പളവളപ്പ് നീ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കേണ്ടത്. മക്കളുടെ വിവാഹത്തിന് 200-400 പവൻ സ്വർണ്ണ നാണയം കൊടുത്തിട്ടോ, ഈ നാട് കണ്ടതാകുന്ന ഏറ്റവും വലിയതാകുന്ന വലിയ ഓഡിറ്റോറിയങ്ങൾ 10 ലക്ഷവും 5 ലക്ഷവും മുടക്കിയിട്ട്, മണിക്കൂറുകൾ പറഞ്ഞുകൊണ്ട് മുടക്കിയിട്ട്, എന്റെ മകളുടെ കല്യാണം ഇന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തിയത് എന്ന് നാട്ടുകാരോട് ഗരിമ പറയാനല്ല, അതിനുവേണ്ടി ആകരുത്. ഇന്ന് ജനങ്ങൾ അങ്ങനെയാണ്. നിന്റെ മകളുടെ കല്യാണം എവിടെ നടന്നത്? ഇന്ന ഓഡിറ്റോറിയം. ഞാൻ ഓഡിറ്റോറിയങ്ങളുടെ ഒന്നും പേര് പറഞ്ഞതിന് മോശപ്പെടുത്തുന്നില്ല. നിന്റെ മകളുടെ കല്യാണം നടന്നത് ഇന്ന ഓഡിറ്റോറിയം. എത്രയാത്? 5 ലക്ഷം. എത്രയാത്? 10 ലക്ഷം. എന്നാ പിന്നെ എങ്ങനെയെങ്കിലും 10 ലക്ഷം ഒപ്പിച്ചിട്ട് അവിടെ വെച്ച് നടത്തണം. നാട്ടുകാരുടെ മുന്നിൽ പറയണോ എനിക്ക് എൻ്റെ മോടെ കല്യാണം അവിടെ വെച്ച് നടന്നേന്ന്. ആ കഴിച്ചിട്ട് പോയവന്മാർ ഇറങ്ങുമ്പോൾ എന്താ പറയുന്നറിയോ? കറിക്ക് ഉപ്പില്ല, ആളെ ഹയവ ഇത്രയും വലിയ കാശുണ്ടായിട്ട് എരിവുള്ള മട്ടൻ ബിരിയാണി ഒന്നുമില്ല, ചിക്കനെ തന്നിരിക്കുന്നതെന്ന്. ഈ കഴിച്ചിട്ട് പോയ കവുമ്പ് പുറത്തോട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഈ ഡയലോഗാ. ഇത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ സേരെ കുത്തിയിരിക്കുകയാണ്. പുറത്തിറങ്ങി നിൽക്കുന്നവരോട് ചോദിക്കണം. അവൻ പല്ല് കുത്തുമ്പോഴും പറയുന്നത് ഇതാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഫുഡ് ശരിയായില്ല. അങ്ങനത്തെ കൗമനെയാണ് നിങ്ങൾ ഊട്ടാൻ നിൽക്കുന്നത്. ഈ രീതിയിൽ കൊണ്ടുപോയിട്ട് ഇത്രയേറെ പണം ചെലവഴിച്ചിട്ട് എത്ര മോശമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പണത്തിന്റെ പളവളപ്പ് ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന അധാർമികതയല്ലേ, തെറ്റുകളല്ലേ? ഇതൊക്കെയല്ലേ തെറ്റ് എന്ന് പറയുന്നത്. എത്രയെത്ര തെറ്റുകളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടുവരുന്നത്. ഭക്ഷണത്തിലുള്ള ധൂർത്തുകൾ, ദുർവ്യയങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിൽ ഇൻസാനി
കഫൂറാ. നിങ്ങൾ ദുർവ്വയം ചെയ്യരുതേ, ദുർവ്വയം നടത്തരുതേ, ദൂർത്തടിക്കരുതേ. തീർച്ചയായും ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. കാനൂ ഇഖ്വാന ശയാത്തീൻ, പിശാചുക്കളുടെ സഹോദരങ്ങളാണ് അവരെന്ന് വിശുദ്ധമായ ഖുർആൻ. പണത്തിന്റെ പളവളപ്പ് കാണിക്കുന്ന ആളുകൾ അവരാരാണ്? പിശാചിൻ്റെതാകുന്ന സഹോദരങ്ങളാണ്. അല്ലാഹ് പറയാൻ, അള്ളാഹു നിനക്കൊരു പേരിട്ടുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് തെറ്റ് ചെയ്യാതെ നിലകൊള്ളിൽ. ചെയ്തു പോയ തെറ്റുകളെ ഓർത്തുകൊണ്ട് പടച്ചറബിലേക്ക് തൗബ ചെയ്യൻ. പടച്ചറബ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ടാകിൻ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു എന്നിൽ സാക്ഷിയുള്ളവനാണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ എന്നെ പ്രത്യേകമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവനിൽ എന്നിലുണ്ട്, എൻ്റെ കൂടെ അവനുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന മുഹ്യിദ്ദീൻ റാത്തീബ് ചൊല്ലുന്ന മുഅ്മിനല്ലേ, മുഅ്മിനത്തല്ലേ. ഇത് എത്ര പ്രാവശ്യം ചൊല്ലി തീർത്തു ഈ കഴിഞ്ഞ മാസം? നിങ്ങൾ വൈദി ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്ട് കഴിച്ച മാസമല്ലായിരുന്നോ റബീഉൽ ആഖിർ? ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട ആണ്ടുകൊണ്ട് ധന്യമാക്കപ്പെട്ട മുഹൂർത്തമല്ലേ ഈ പവിത്രമാക്കപ്പെട്ടതായ മാസം ജുമാദുൽ ഊല. ജുമാദുൽ ഊല 12-നല്ലേ അവിടുന്ന് വഫാത്തായത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. എന്താണ് അവരൊക്കെ നമുക്ക് കൈമാറി തന്ന ആശയം? അള്ളാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ട് മനോഹരമായ സംശുദ്ധമായ ജീവിതം ഈ ലോകത്ത്, കുറഞ്ഞ കാല ലോകത്ത് ജീവിക്കുക. കുറഞ്ഞ കാലം അത്രയേ ഉള്ളൂ. ആയുസ് അത്രയാ നമുക്ക്, വളരെ കുറഞ്ഞ ആയുസ്. മനോഹരമായ വീട് വേണം, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണമെന്ന് ആശ വെച്ചുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോയതാകുന്ന ജാബിർ എന്ന സഹോദരൻ സൗദിയിൽ വെച്ചുകൊണ്ട് വാഹനാപകടത്തിൽ മരണപ്പെട്ട് കൊണ്ടുവന്നടക്കം ചെയ്തത് മിനിഞ്ഞാന്നല്ലേ? എത്രയോ പ്രവാസികൾ ഈ ചുറ്റുമൂലയുടെ മണ്ണിലുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസിനികളുടെ കുടുംബങ്ങളിലുണ്ട്. ആ പ്രവാസികൾക്കെന്നല്ല, ലോകത്തുള്ള മുഴുവൻ പ്രവാസികളുടെയും ഹൃദയത്തിൽ വല്ലാത്തൊരു നോവായി ജാബിർ എന്ന് പറയുന്ന പാവപ്പെട്ടതാകുന്ന കോഴിക്കോട് ജില്ലയിലെ സഹോദരന്റെ മരണവാർത്ത വലിയ നൊമ്പരമായി മാറിയില്ലേ? എനിക്കൊരു മനോഹരമായ വീട് വേണം, ആ വീടിന്റെ പൂർത്തീകരണം എത്രയും വേഗം നടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് കയറിപ്പോയ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് 6 അടി മണ്ണാകുന്ന ഖബറാണ്. ഖബറിന്റെ വീടാണ്. മനസ്സിലാക്കണം, നമ്മൾ ഖബറാകുന്ന വീടാണ്. നമ്മൾ മനസ്സിലാക്കുന്ന വീടല്ല, റബ്ബ് നമുക്ക് നിശ്ചയിക്കാം. ഞാൻ ഈ വാല് കഴിഞ്ഞിട്ട് നാളെ കാസർഗോഡ് എത്തുമെന്ന് എനിക്കങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് പല സ്ഥലങ്ങളിലും വന്ന ആളുകളുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ വീടുകളിലേക്ക് എത്താൻ സാധിക്കുമോ? ഉറപ്പുള്ളവരുണ്ടോ? ആർക്കും ഉറപ്പിക്കാൻ പറ്റൂല. ഏത് സമയത്തും എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം. ഞാൻ ഇന്ന് ഷെയ്ഖ് പള്ളിയിൽ സിയാറത്ത് കഴിഞ്ഞിട്ട് വരികയാണ്. ഒരല്പം മുമ്പ് സിയാറത്ത് ചെയ്യുമ്പോൾ അൻവർ സാഹിബ് എന്നോട് പറഞ്ഞു, മക്കാമിന്റെ പരിപാലകൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ ജോലി ചെയ്തിരുന്ന കാസർഗോഡുള്ള വ്യക്തി, ഉസ്താദിന് വലിയ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ ഞാനത് ചോദിച്ച ആളെ എനിക്കവിടെ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോഴാണ് ഫോട്ടോ കാണിച്ചപ്പോൾ 1 മാസം മുമ്പ് വരെ അദ്ദേഹവുമായി സംസാരിച്ചത്. ഇനി കാസർഗോഡ് എപ്പോഴാണ് വാഴ്ന്നു വരുന്നതെന്നൊക്കെ ചോദിച്ച് എപ്പോഴും കുശലം പറയുകയും അന്വേഷണം പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം മരണപ്പെട്ടിട്ട് 3 ആഴ്ചയായി. വർഷങ്ങളോളം നമ്മുടെ പള്ളിയിൽ സേവനം ചെയ്തിരുന്ന വ്യക്തിയാണ്, അഥവാ മക്കാമിൽ സേവനം ചെയ്ത വ്യക്തിയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖിദ്മത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഒന്ന് ചിന്തിക്കണേ, വെറും പാവപ്പെട്ട നിർധനനായ ഒരു സഹോദരൻ പെട്ടെന്ന് മരണപ്പെടുകയാണ്. ആരും അറിയുന്നില്ല, കബറടക്കത്തിന് ശേഷമാണ് അറിയുന്നത്. എത്രയോ സഹാബിമാർ അങ്ങനെ മരണപ്പെട്ടു പോയവരുണ്ട്. നേരം വെളുക്കുമ്പോഴാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ചുള്ള വിവരം അറിയുന്നത്. ഇരിക്കുന്ന ഓരോരുത്തരുടെയും മാതാപിതാക്കളും ബന്ധുക്കളും കുടുംബങ്ങളും സഹോദരങ്ങളും സഹോദരിമാരും മക്കളടക്കം മരണപ്പെട്ടുകൊണ്ട് ചുറ്റുമൂല ഖബർസ്ഥാനിലും പരിസര മഹല്ലുകളിലും കരുനാഗപ്പള്ളി ജമാഅത്തിലുമൊക്കെ അന്ത്യവിശ്രമം ചെയ്യുന്ന ആളുകളില്ലേ നമുക്കിടയിൽ? കൊണ്ടുപോയി ഖബറടക്കിയവരില്ലേ? അവരുടെ മയ്യത്ത് കുളിപ്പിച്ചവരില്ലേ? അവരെ കഫൻ ചെയ്തവരില്ലേ?
എന്നിട്ട് പോലും നമുക്ക് നാളെ മരിക്കുമെന്നുള്ള ചിന്തയില്ല. നമ്മൾ ഇപ്പോഴും തെറ്റുകളിൽ വ്യാപൃതനായി മുന്നോട്ട് പോവുകയാണ്. അള്ള ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നിന്റെ കൽബിനകത്ത് ഇല്ല. പറയുന്നത് ഉണ്ടെന്ന് നീ വെറുതെ പറയുന്നതാണ്. ഉറച്ച വിശ്വാസം നിന്റെ ഹൃദയത്തിലില്ല. ഉണ്ടെങ്കിൽ നീ ഒരു ഗീബത്ത് പറയൂല, നീ ഒരു പരദൂഷണത്തിന് ഏർപ്പെടാൻ നീ തയ്യാറാവൂല, നീ ഒരു നമീമത്തിനും നിലകൊള്ളൂല, നീ അയൽവാസിയുമായി അരച്ചാൻ വഴിയുടെ വിഷയത്തിൽ പോരടിക്കൂല, കൊലപാതകത്തിന് മുൻപന്തിയിൽ നിൽക്കൂല. ഇന്നുമുണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ, വൈറലായ വീഡിയോകൾ. അരച്ചാൻ വഴിയുടെ വിഷയത്തിൽ വഴക്കടിക്കുക. 20-30 കൊല്ലം സന്തോഷകരമായി ജീവിച്ച അയൽവാസികൾ, പെണ്ണുങ്ങളെ ഇറങ്ങുന്നത്. കുൻഫു, ബ്ലാക്ക് ബെൽറ്റ്, കരോട്ട, ഏത് ഐറ്റം വേണമെങ്കിലും വായിന്ന് വിളിക്കുന്ന ചീത്ത കേട്ട് കഴിഞ്ഞാൽ എൻ്റെ റബ്ബേ, അവരെ 1ാം ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തണം, മദ്രസയിൽ തന്നെ. ആ സൈസ് ഐറ്റാണ്. 3 ഹജ്ജ് ചെയ്തെന്നാ പറയുന്നത്. വൈകിട്ട് വിളിക്കും, അതെ 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നല്ല നാവ്, നല്ല റാഹത്തുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് രസം എന്താണ്, മക്കളും മരുമക്കളും അയൽവാസികളൊക്കെ നോക്കിയിരുന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അവരെയും കാണാൻ വീഡിയോയിൽ. ഒരാളും ഒന്നും പറഞ്ഞൊന്നും മാറ്റാൻ പോലും ഇല്ല. ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ അടിക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമല്ലോ, അവിടെ കിടക്കുന്ന കള്ളിമുളിച്ചെടിയൊക്കെ മാറ്റി കൊടുക്കുക. കാരണം ഇവരിങ്ങോട്ട് വന്ന് തല്ലിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെയൊന്നും പറയാതെ. എന്നിട്ട് പതുക്കെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ട് എരിവിട്ട് കൊടുക്കാൻ. അവനും പറഞ്ഞേക്കുന്ന കേട്ടോ, എന്താ പറഞ്ഞു, നിങ്ങളെ കാണിച്ചു തരാമെന്ന് അടുത്തു. അപ്പോൾ ഇവൻ ഇളകുകയാണ്, അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവനിങ്ങനെ സൈഡിൽ നിന്നിട്ട് മാറി നിന്നിട്ട് ഒരടി കാണണം. അടി തുടങ്ങി അല്പം വൈകിപ്പോയാൽ അതും വിഷമം. അടച്ചവനെ ഒന്നും മൊത്തം കാണാൻ പറ്റിയില്ലല്ലോ. ഇനി അടി നടക്കുകയാണെങ്കിൽ അത് വീഡിയോ പിടിച്ചിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് ലൈക്ക് കൂട്ടാനും ഷെയർ കൂട്ടാനും എൻ്റെ ഫേസ്ബുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണമെന്നുള്ള ചിന്താധാരയിൽ നിൽക്കുന്ന അയൽവാസികൾ. ഇതല്ലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഒരു വണ്ടി കൂടെ കാറ് വളച്ച് കയറ്റാൻ, അല്ലെങ്കിൽ ആ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി ഓട്ടോ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ടുള്ള വഴിക്ക് വേണ്ടിയിട്ടാണ് ഈ ബഹളമേ. അല്പം വഴിയുടെ വിഷയത്തിൽ ഇതൊക്കെ ആരാ കൊണ്ടുപോവുക? നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായത്തിന്റെ അഹിരുകാരാണെന്ന് ഖുർആൻ സർട്ടിഫൈ ചെയ്ത സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഈ പറയുന്നത്. ചീത്ത വിളിക്കുക, നാട്ടുകാർ മുഴുവൻ കേൾക്കാൻ നിന്നിട്ട് ലോകം മുഴുവൻ അറിയാണ് സോഷ്യൽ മീഡിയയിലൂടെ. ഇന്ന ഹാജിയാര്, ഇന്ന സഹോദരി മുണ്ടും മടക്കി കുത്തുന്ന പോലെ നൈറ്റിയും കയറ്റി കൂട്ടിയിട്ട് ഉള്ള നാട്ടുകാരെ മുഴുവൻ ചീത്ത വിളിച്ചുകൊണ്ട് നിലകൊള്ളാൻ. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? എന്നിട്ട് ഒരു തെറ്റ് ഞങ്ങൾ ചെയ്യുന്നില്ല എന്നാ പറച്ചിന്. അത് ഞങ്ങളൊന്നും ഒരു തെറ്റും ചെയ്യുന്നില്ല. ഇതല്ലേ ഏറ്റവും വലിയ തെറ്റ്. നാളെ ഇതൊക്കെ നീ വെട്ടിപ്പിടിച്ചതും നീ അപഹരിച്ചതും ഒക്കെ ആയിട്ട് നാളെ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് വരൂലേ? എന്താ ഇവിടെ ഏറ്റവും വലിയ വിവാദമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഹലാൽ എന്ന് പറയുന്ന വിഷയം എന്താണത്? ഇത് പറയാതെ പോകുന്നത് എങ്ങനെ? ഇവിടെ 4 ദിവസം മതപ്രഭാഷണം നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചിത്തുമൂലയിലുള്ള മണ്ണിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസികൾ പഠിച്ചിരിക്കണം എന്താണ് ഹലാൽ, എന്താണ് ഹറാം. ഇസ്ലാം മതത്തിൽ ഹലാൽ ഹറാം എന്ന പദം ഭക്ഷണത്തിൽ മാത്രമല്ല പഠിച്ചിരിക്കണം നമ്മൾ. ഭക്ഷണത്തിൽ മാത്രമുള്ള ഒരു കേവലം വാക്കല്ല. അനുവദനീയമായത് ഹലാൽ, ഹറാം നിഷിദ്ധമായത്, പാടില്ലാത്തത് നമുക്കത് എടുക്കാൻ പാടില്ല. മറ്റൊരാളുടേതാകുന്ന സ്വത്ത് കളവ് ചെയ്തു കൊണ്ടുവന്നാലും അപഹരിച്ചു കൊണ്ടുവന്നാലും അവനെ കൊലപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നാലും ആ സ്വത്ത് നിനക്കെടുക്കാൻ പാടില്ല. അത് ഭക്ഷണമാകട്ടെ, അത് സ്വത്താകട്ടെ, അത് വസ്ത്രമാകട്ടെ, അത് ഭൂമിയായിക്കോട്ടെ, അത് കാറാകട്ടെ, അത് വീടാകട്ടെ, എന്തായിരുന്നാലും നിനക്കെടുക്കാൻ പാടില്ല. അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അല്ലാതെ ഫുഡ് മാത്രമല്ല, ഭക്ഷണത്തിൽ മാത്രമല്ല. ഭക്ഷണത്തിൽ നമ്മൾ മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ വ്യക്തി, അവൻ അറവ് നടത്തുന്നു, ബിസ്മി ചൊല്ലി അറക്കുന്നു. നമ്മൾ അങ്ങനെയാണ് അറവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. എന്നാൽ പന്നി മാംസം നമുക്ക് നിഷിദ്ധമാണ്. ഒരു മുസ്ലിം അറക്കൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അറക്കൽ കൊണ്ടോ അവൻ ബിസ്മി ചൊല്ലൽ കൊണ്ടോ മാത്രമാണ് ഹലാലിനെ ചില ആളുകൾ വിവക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയാണോ? അത് മാത്രമല്ല ഹലാൽ. മറിച്ച് ഇപ്പൊ പന്നി മാംസം മുസ്ലിമിന് ഹറാമാണ്, നിഷിദ്ധമാണ്. പന്നി മാംസം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു പന്നിയെ അറുത്തു, ബിസ്മി ചൊല്ലിയാണ് അറുത്തത്. നമുക്ക് കഴിക്കാൻ പറ്റുമോ മുഅ്മിനീങ്ങളെ? പാടില്ല. എന്തുകൊണ്ട്? പന്നി മാംസം നമുക്കത് നിഷിദ്ധമാണ്. അറവ് നടത്തിയത് മുഅ്മിനായിക്കോട്ടെ, അവൻ ബിസ്മി ചൊല്ലി അറുത്താലും നമുക്കത് നിഷിദ്ധമാണ്. അവൻ ബിസ്മി ചൊല്ലി അറക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ മുഅ്മിൻ അറക്കുക എന്നുള്ളതോ അല്ല ഹലാലിന്റെ വിവക്ഷ എന്ന് മനസ്സിലാക്കിയിരിക്കണം ഈ ഉമ്മത്ത്.
ചർച്ചകൾക്ക് ഒന്നും തന്നെ കിട്ടാതെ വരുമ്പോ മുസ്ലിമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചോര കുടിക്കുന്നതാകുന്ന ചാനലുകൾ, അന്തിച്ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാകുന്ന ചാനലിന്റെ വക്താക്കൾ നല്ലതുപോലെ പഠിച്ചു വെക്കിൻ. നിങ്ങൾ ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ട് ഘോരഘോരം പ്രഭാഷണം നടത്തിയതുകൊണ്ടോ, വൈകുന്നേരത്തെ അന്തിച്ചർച്ചകൾ ഹലാലിന്റെ ഫുഡ് പറഞ്ഞിട്ട് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മേൽ കുതിര കയറിയതുകൊണ്ടോ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ചവറ്റുകുട്ടയിലേക്ക്, അറബിക്കടലിന്റെ ആഴിയിലേക്ക് ഞങ്ങൾ പരിപൂർണമായി എല്ലാ അവജ്ഞയോടുകൂടിയും തള്ളിക്കളയുമെന്നുള്ള വസ്തുത ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങൾ ആരും അതിനെ ഒരിക്കലും തന്നെ ഏറ്റെടുക്കൂല. ആ വാക്കിനെ ഞങ്ങൾ ഒരിക്കലും തന്നെ ഏറ്റെടുക്കൂല. അങ്ങനെയുള്ള ചാനൽ ചർച്ചകൾ ചേർന്നിട്ട് ഇതൊക്കെയാണ് ചർച്ച, ഇതൊക്കെയാണ് ദീന് എന്നാരും നിങ്ങൾ മനസ്സിലാക്കി പോകണ്ട. യഥാർത്ഥ ദീൻ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം, മനസ്സിലാക്കണം. ഇന്നത്തെ തലമുറ അറിയണം. നിന്റെ വീട്ടിലേക്ക് നിന്റെ വാപ്പ കൊണ്ടുവരുന്ന ഭക്ഷണം അത് അന്യന്റെ അപഹരിച്ചിട്ട് ഒരു കളവ് പൊതിയാണ് എങ്കിൽ അത് നിഷിദ്ധമാണ്. അത് പള്ളിയിലെ റാത്തി പോതിയതിന്റെ ഒരു ചീരണിയാണ്. പക്ഷെ വാപ്പാക്ക് ഒന്നു കൊടുത്ത് എന്നിട്ട് വാപ്പ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് അത് കിട്ടിയില്ല കേട്ടോ, ഒരെണ്ണോടെ തന്നിട്ട് അത് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഹൈവാനെ നീ അടിച്ചാലും ഹറാമാണ്. അതിനായി ഹറാം എന്ന് പറഞ്ഞ അത് മൗലിദിന്റെ ചീരണി ആയതുകൊണ്ടല്ല, അത് മൗലിദിന്റെ ചീരണി ആയതുകൊണ്ടല്ല, അത് നേർച്ചയുടെ ചീരണി ആയതുകൊണ്ടല്ല. പിന്നെന്താണ്? നിന്റെ വാപ്പയ്ക്ക് അനുവദിക്കപ്പെടാത്ത ഭാഗത്തിലൂടെ വാപ്പാക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് നീ വാങ്ങുന്നതായ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഹലാലായ ഫുഡാണെങ്കിൽ പോലും രണ്ടാമത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോ നീ ഒന്നില്ലെങ്കിൽ പറയണം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ആവശ്യം ഉന്നയിച്ചിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് നിനക്ക് ഹലാലാകൂ എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. ഇത് നമ്മുടെ ഉമ്മത്ത് പഠിക്കണം. ഇത് വൈകിട്ട് റമദാൻ 27 കഴിഞ്ഞ് പൊതി കിട്ടുകയാണ്. ഒന്ന് വാങ്ങിച്ച് രണ്ടാമത്തെ വാങ്ങുകയാണ്. മൂന്നാമത്തെ വന്നിട്ട് പറയാണ് സൈക്കിളെ അങ്ങോട്ട് പോകുമ്പോൾ പൊതി താഴെ വീണ് മൊത്തം നിലത്ത് വീണ് മണ്ണ് പറ്റിപ്പോയി ഉസ്താദെ പൊതി പറഞ്ഞ കൂടെ കിട്ടിയാൽ. പെരുന്നാൾ വരെ അപ്പച്ചമ്പി കയറ്റി ആവി കയറ്റി കഴിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇനി അങ്ങോട്ട് അടുത്ത ദിവസം ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, റാഹത്തായി വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ എങ്ങനെ ഹലാലാകും? പിന്നെ എങ്ങനെ ക്യാൻസർ വരാതിരിക്കും? നമ്മളെന്തിനാണ് ഈ മോശമായ സംസ്കാരത്തിന് മുസ്ലിം സഹോദരൻ നിലകൊള്ളുന്നത്? ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നടക്കാത്തതല്ല ഈ പറയുന്നത്. കളവ് പറഞ്ഞിട്ട് സാധനങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങുക, കക്കുക. ഒരു മിനിറ്റ് കിട്ടിയാൽ മുതലാളിയെ എങ്ങനെയെങ്കിലും കബളിപ്പിച്ചിട്ടാണെങ്കിലും അവന് കളവ് നടത്തുക. CCTV ക്യാമറ ഉണ്ടാക്കിയ ആളുകൾ വരെ സമൂഹത്തിലില്ലേ ഇല്ലാന്ന് പറയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് 10ാം ക്ലാസ്സും ഗുസ്തിയും ഇവിടെ നാട്ടിൽ നേരെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളൊക്കെ ഗൾഫിൽ പോയിട്ട് 5 കൊല്ലം കൊണ്ട് നാട്ടിൽ വന്നിട്ട് വലിയ വീട് കയറ്റിയ ആളുകൾ എങ്ങനെയാണ്? ഇതൊക്കെ പറയാൻ ഇവിടെ ആള് വേണ്ടേ? നിങ്ങൾ എന്നെ എന്ത് തെറ്റിദ്ധരിച്ചാലും എന്ത് ചീത്ത പറഞ്ഞാലും പറയാനുള്ള ദീനിന്റെ വിഷയം ആർജവത്തോടുകൂടി പറയും. അതിനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. 10ാം ക്ലാസ്സും ഗുസ്തിയും തോറ്റിട്ട് നടന്നവൻ ഇവിടെയുള്ള ഡോക്ടർമാർക്കും ഇവിടെയുള്ള എഞ്ചിനീയർക്കും കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കാൾ അമ്പരചുംബികളായ മണിമേഖല വെക്കാൻ ഇവൻ എവിടുന്ന് സമ്പത്ത് കിട്ടി? എന്താ ഇത്ര വലിയ ഉദ്യോഗം അവന് കിട്ടിയ? പോയിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. നാട്ടിലേക്ക് വന്നിട്ട് ഭയങ്കര ഫ്ലാറ്റ് പണിയാണ്. എന്താ സംഭവം? അറബി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അടിച്ചു മാറ്റല് ഫുള്ള്. ഇല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സിൽ കൃത്രിമത്വം കാണിച്ച്. ഇതൊക്കെ ഹലാലാകുമോ മുഅ്മിനേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മക്കളെ പശിപ്പിച്ചാൽ ആ മക്കള് സാലിഹായി തീരുവോ? നമുക്ക് ഇത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ സാലിഹത്താകണം. നാളെ എന്റെ ഖബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് നിലകൊള്ളുന്ന കരുനാഗപ്പള്ളിയിൽ 1 സെന്റിന് 10 ലക്ഷം രൂപയാണെന്ന് ഉമ്മാക്കുണ്ടോ അറിയുന്നത്? ഈ പാവം പിടിച്ചവൻ അവിടെ പോയിട്ട് ഗൾഫിൽ പോയി 5 കൊല്ലം കൊണ്ട് അവനുണ്ടാക്കിയ പൈസ കൊണ്ട് വീട്ടിലെ ചെലവ്, മക്കളുടെ വിദ്യാഭ്യാസ ചെലവ്, പാപ്പയുടെയും ഉമ്മയുടെയും ഹോസ്പിറ്റൽ ചെലവൊക്കെ കഴിച്ചിട്ട് മിച്ചം പിടിച്ചു വരികയാണ്. അപ്പൊ അവനോട് പറയാൻ നീ ഒരു 10 സെന്റ് ഭൂമി വാങ്ങിച്ചില്ല. അവൻ 1 ഏക്കർ ഭൂമി വാങ്ങിച്ച് അവൻ പുത്തൻതെരുവ് ടൗണിൽ തന്നെ നല്ല ഒരു ബിൽഡിംഗ് ഇപ്പോൾ പണിയുന്നുണ്ട്. അവന് നല്ല കാശ. അവൻ 5 കൊല്ലം പോയിട്ടുള്ളൂ. നീ 10 കൊല്ലമായിട്ട് 1 സെന്റ് ഭൂമി പോലും വാങ്ങിച്ചില്ല. ഉമ്മ എണ്ണ ഒഴിക്കാൻ, ഭാര്യ അതിനൊപ്പിച്ച് കൂടുതൽ വർത്തമാനം പറയാൻ. അപ്പൊ ഇവന്റെ മനസ്സിൽ എന്താവും ചിന്ത? ഞാൻ ഇപ്പം നിൽക്കുന്ന ജോലി അത്ര റാഹത്തില്ല, ഇതിൽ നിന്ന ഈ പറഞ്ഞ രീതിക്ക് കിട്ടൂല. പാപ്പായും ഉമ്മായും ഒക്കെ സ്ട്രെസ് കൊടുക്കാൻ, മാനസികമായി പിരിമുറുക്കം കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ അവൻ കക്കാൻ വേണ്ടി തുനിയാണ്. ഇല്ലെങ്കിൽ ഹറാമിലൂടെ സമ്പാദിക്കാൻ അവൻ നിർബന്ധിതനാവുകയാണ്. ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്.
ഇങ്ങനെ വീട്ടിൽ നിന്ന് നിർബന്ധം ചെലുത്താൻ അയൽവക്കക്കാരെ ചൂണ്ടി, ഇല്ലെങ്കിൽ കൊച്ചാപ്പ മൂത്താപ്പ എളാപ്പയുടെ മക്കളെ ചൂണ്ടി, അവൻ പോയി നിന്നേക്കാൾ അനിയനാ, കുറഞ്ഞ കാലം കൊണ്ട് അവൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. ഇതൊക്കെയാ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയാണോ നിങ്ങൾ മക്കളെ സംസ്കരിക്കുന്നത്? നിന്റെ മകന് ദീനി വിദ്യാഭ്യാസമുണ്ട്, അവൻ അന്യന്റെ മുതൽ ആഗ്രഹിക്കാതെ മാന്യമായ ഹലാലായ ഭക്ഷണം കൊണ്ടുവരുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് എന്റെ പൊന്നുമോനെ നമുക്ക് പട്ടിണിയില്ലാതെ പടച്ച റബ്ബ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നല്ലോ, നീ ഇത് തന്നെ ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കണേ, നിനക്ക് എല്ലാവിധ ബറക്കത്തും അല്ലാഹു നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മകന് വേണ്ടി തലയ്ക്ക് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഉമ്മ ആ പ്രിയപ്പെട്ട മകനെ മോശമായ ഭക്ഷണം കഴിക്കാനും മോശമായ തലത്തിലേക്ക് ജോലി തേടാനും വേണ്ടി നിർബന്ധിച്ച് അവൻ മോശമായ രീതിയിൽ കട്ടുകൊണ്ടുവന്നുകൊണ്ട് മനോഹര വീട്ടിൽ കഴിയുമ്പോ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ആസ്വാദനമായി തോന്നുന്നുണ്ട് എങ്കിൽ മരണത്തെ നിങ്ങൾ കൊതിച്ചോ, ഖബറിൽ നിങ്ങൾക്ക് ഭീകരമായ ശിക്ഷയാണ്. നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ അവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ലോകത്ത് മാത്രം ജീവിക്കേണ്ടവരല്ല, നമുക്ക് ഇനിയും ലോകങ്ങളുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ഘട്ട ജീവിതമാണ്, ആലമുദ്ദുന്യയാണ്, ഇഹലോക ജീവിതം. ഒരു ലോകം നമുക്ക് കഴിഞ്ഞു, ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. അവിടെ നിന്ന് നമ്മളിപ്പോൾ രണ്ടാം ഘട്ട ജീവിതത്തിലാണ്. ഇനി മൂന്നാം ഘട്ട ജീവിതത്തിലേക്ക് നമ്മൾ പോവാൻ. ഏതാണത്? ആലമുൽ ബർസഖ്, ഖബർ എന്ന ഭയാനകമായ ലോകം. അവിടേക്ക് നമ്മൾ പോകാൻ എത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തോടുകൂടി അവിടേക്ക് എത്തിപ്പെടും. അവിടെ നിന്ന് ആലമുൽ ഹശ്റിലേക്ക്, മഹ്ശറയിലേക്ക് നമുക്ക് എത്തണം. നാലാം ഘട്ട ജീവിതത്തിലേക്ക് എത്തണം. അവിടെയും നിൽക്കുന്നില്ല, അവിടെയും വിചാരണ കഴിഞ്ഞ് അൽ ജന്നത്തു അവിന്നാർ. ഈ ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ സുഹൃതം ചെയ്തവൻ, നന്മ ചെയ്തവൻ, നിസ്കരിച്ചവൻ, നോമ്പ് നോറ്റവൻ, സകാത്ത് കൊടുത്തവൻ, ഹജ്ജ് ചെയ്തവൻ, പാവങ്ങളുടെ കണ്ണീരപ്പിയവൻ, നിരാലംബരം അവലംബമായവൻ, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവൻ, എല്ലാവർക്കും വളരെ സ്നേഹസമസ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ എല്ലാവരെയും കൈയടക്കിയ ജീവിതം കഴിച്ചവൻ, അവന് അൽ ജന്ന, അവന് സ്വർഗം. അഞ്ചാം ഘട്ട ജീവിതം അവിടെയാണ്. അതാണ് ശാശ്വതികത്വം. അതുവരെ നമ്മൾ യാത്രയിലാണ്. ഇവിടെ കള്ളുകുടിച്ചും രസിച്ചും രമിച്ചും വ്യഭിചരിച്ചും സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും മോശപ്പെട്ട വീഡിയോസൊക്കെ കണ്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും രാത്രിയുടെ യാമങ്ങളെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം സംസാരിക്കാനുള്ള വകയൊഴുക്കിയും ഒളിച്ചോട്ടത്തിനു വേണ്ടി നിലകൊള്ളുകയും ഒക്കെ ചെയ്ത സഹോദരിമാരുണ്ട് എങ്കിൽ അന്നാർ, കത്തിജ്വലിക്കുന്ന നരകം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ തെറ്റിലേക്ക് പോവില്ല. നമ്മുടെ ഏറ്റവും വലിയ ക്യാമറയും അത് തന്നെയാണ്, അള്ളയാണ്. ഇന്ന ലബ്ബക ലബിൽ മുർസാദ്. തീർന്നില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, രണ്ടാമത്തെ ക്യാമറ ഏതെന്നറിയുമോ? റഖീബ് അതീദ് അലൈഹിമുസ്സലാം. രണ്ട് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വേണ്ടി എപ്പോഴും ജാഗ്രതയോടുകൂടി നിലകൊള്ളുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അവന്റെ വലത്തും ഇടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മലക്കുകളെ സംവിധാനിച്ചുണ്ടത്രേ. റഖീബ് അതീദ് അലൈഹിമുസ്സലാമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ما يلفظ من قول إلا لديه رقيب عتيد. മനുഷ്യമാനവാ, നീ നാവ് കൊണ്ട് എന്ത് ഉച്ചരിച്ചാലും അത് രേഖപ്പെടുത്തുന്നവരാണ് അവരെന്ന് വിശുദ്ധമായ ഖുർആൻ. നീ എത്ര ഫനാ പറഞ്ഞവനാണ്,
നീ എത്ര ഫസാദുകൾ ഏർപ്പെട്ടവനാണ്. പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർ തന്നെ നമസ്കാരത്തിന് മുമ്പും നമസ്കാരത്തിന് ശേഷവും പള്ളിയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് മോശമായ സംസാരങ്ങൾ നടത്തുന്നവരല്ലേ. പള്ളിയുടെ അകത്തളത്തിൽ പോലും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നവരല്ലേ. മോശപ്പെട്ട സംസ്കാരം നിന്റെ ജീവിതത്തിൽ നിന്ന് എവിടുന്നാണ് കടന്നുകൂടിയത്? ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉപ്പ, പാടില്ല പാടില്ല. വൈകുന്നേര സമയത്ത് പ്രിയപ്പെട്ട ഉമ്മമാരെ അന്യരുടെ അരമതിലിൽ ചാരി നിന്നുകൊണ്ട് അയൽവാസികളുമായി സൊറ പറഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞ് നിന്റെ ഈമാനിന്റെ പ്രഭയെ നീ നഷ്ടപ്പെടുത്തി കളയരുതേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ജനാസ കൊണ്ടുവരപ്പെടുകയാണ്. ഹബീബായ നബി തങ്ങളോട് കൂട്ടുകാർ പറയുകയാണ്, പുഞ്ചിരിച്ചു കിടക്കുന്ന ജനാസ തങ്ങൾ കണ്ടില്ലേ? അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്, ഈ മനുഷ്യന് സ്വർഗാവകാശിയാണ് എന്ന് ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കൊന്ന് അറിയിച്ചു കൊടുക്ക റസൂലേ, അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചു കിടക്കുന്ന ജനാസക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് സ്വഹാബി വര്യന്റെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, ലാ യാ സ്വഹാബ, ഇല്ല സ്വഹാബ, പുഞ്ചിരിച്ച് കിടക്കുന്നത് കാരണമായിട്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല സ്വഹാബ. ഇന്നഹു, ഇദ്ദേഹം ജീവിതത്തിൽ മോശമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടാകാം, ഏതെങ്കിലും അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം സ്വഹാബ. ആരെങ്കിലും കുറിച്ച് ഫനായും ഫസാദും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ എങ്ങനെയാണ് ഇദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മരിക്കണ്ടേ പ്രിയപ്പെട്ട മുസ്ലിമേ, കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അധ്യാപനം നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കേണ്ട വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാണ്, ലമ്മാ മറ ബിഖൗമിൻ ഹബീബ് റസൂൽ. മോശത്തരം എഴുതുന്നവരില്ലയോ, ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നവരില്ലയോ, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നവരില്ലയോ, തന്റെ പ്രിയപ്പെട്ട കുടുംബാദികൾക്ക് മോശപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറെടുക്കുന്നവരില്ലയോ, മറ്റൊരുത്തന്റെ പേജിൽ കയറിക്കൊണ്ട് അനാവശ്യ കമന്റുകൾ എഴുതിവിടാൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത ചെറുപ്പക്കാരില്ലയോ? ആരാണ് ചെറുപ്പക്കാരാ നിനക്ക് അധികാരം നൽകിയത്? അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനെ നീ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ, ജീവിക്കണേ. നീ നിന്റെ നാവ് കൊണ്ട് ഫനാ പറഞ്ഞു, അയൽവാസിയെ ചീത്ത വിളിച്ചു, കൂട്ടുകാരനെ കുറിച്ച് ഫനാ പറഞ്ഞു, നാട്ടുകാരെ കുറിച്ച് ഫനാ പറഞ്ഞു, സമൂഹത്തിലുള്ളവരെ ഒറ്റപ്പെടുത്തി, സമുദായത്തിലുള്ളവരെ കുറിച്ച് ഫനാ പറഞ്ഞു. എല്ലാവരെയും ഒറ്റപ്പെടുത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകുമെന്ന് നീ കരുതുന്നുണ്ടോ പെങ്ങളെ? നീ കരുതുന്നുണ്ടോ ചെറുപ്പക്കാരാ? മായൽ ഫിളുമിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നീ ഉച്ചരിക്കുന്നതാകുന്ന ഏത് കാര്യങ്ങളും പരിപൂർണമായി രേഖപ്പെടുത്താൻ റഖീബ് അതീദ് അലൈഹിമുസ്സലാം രണ്ട് മലക്കുകൾ റെഡിയാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ട് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മനസ്സിലാക്കണ ഈ ഉമ്മത്ത്. മൂന്നാമത്തെ ക്യാമറ, വേഗം പറയാൻ, മൂന്നാമത്തെ ക്യാമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മലക്കുകളെ തന്നെ റൊട്ടേറ്റ് ചെയ്യപ്പെടുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിക്ക് ഒരു വിഭാഗം മലക്കുകൾ വരും നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ. ഇതൊക്കെ പഠിച്ചു വെക്കണം. അവർ സുബഹി മുതൽക്ക് അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. സുബഹിക്ക് ജമാഅത്തിനുണ്ടാവും, പള്ളി പോകുന്നവനോട് അവനോടൊപ്പം നിസ്കരിക്കും. എന്നിട്ട് സുബഹി മുതൽ അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. അസറാകുമ്പോൾ അടുത്ത ഒരു വിഭാഗം മലക്കുകൾ വരും. അവരും സുബഹിക്ക് വന്ന മലക്കുകളോട് നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അസർ ജമാഅത്തായി നിസ്കരിക്കും. ഹദീസാൻ സയ്യിദുനാ റസൂലുള്ളാഹി. അസർ കഴിയുമ്പോൾ സുബഹി മുതൽ അസർ വരെ നിലകൊണ്ട നന്മത്തിന്മകൾ രേഖപ്പെടുത്തിയവർ അവരുടെ റെക്കോർഡ് മുഴുവൻ ഇവർക്ക് കൈമാറും. അടുത്ത ടീമാ പിന്നെ എഴുതാൻ തുടങ്ങുന്നത്. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ
നീ അറിയാതെ അധികരിച്ച ക്യാമറ, ഒന്നല്ല ഒരുപാട് ക്യാമറ, അതിൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ല സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ ക്യാമറ അല്ലാഹു, അതിനെ മറച്ചൊന്നും പറ്റൂല. രണ്ട്, നിന്നോടൊപ്പം എപ്പോഴും ആരുണ്ട്? റഖീബ് അതീദുണ്ട് അലൈഹി വസ്സലാം. അതിനും പുറമെ പിന്നീട് മലക്കുകൾ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, يتعاقب فيكم ملائكة بالليل وملائكة بالنهار يجتمعون في صلاة العصر وفي صلاة الصبح وفي صلاة الصبح. സുബഹിക്ക് കടന്നു വരും ഒരു വിഭാഗം, നിന്നോടൊപ്പം സുബഹിക്ക് ജമാഅത്ത് നിസ്കരിക്കും. പള്ളിയിൽ പോകുന്ന പുരുഷന്മാരെ, നമസ്കാരം നിലനിർത്തുന്ന പെങ്ങളെ, നിങ്ങളുടെ നമസ്കാരങ്ങളും അടയാളപ്പെടുത്തുകയാണ്. സുബഹി കഴിഞ്ഞ മുതൽ അവർ നന്മത്തിനുമൾ രേഖപ്പെടുത്താൻ നിലകൊള്ളും. അസർ നമസ്കാരം വരെ അവർ നിലകൊള്ളും. അസർ നമസ്കാരത്തിന് മറ്റൊരു വിഭാഗം മലക്കുകൾ കടന്നു വരും. രണ്ട് കൂട്ടരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്നവനാകട്ടെ, ജമാഅത്ത് കറക്റ്റായി നിസ്കരിക്കുന്നവരാകട്ടെ, അവരോടൊപ്പം ജമാഅത്തിൽ പങ്കാളികളാകും. നിസ്കാരം കഴിയുമ്പോൾ സുബഹി മുതൽ അസർ വരെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തിയവർ റെക്കോർഡ് മുഴുവനും അവരുടെ കൈവശം കൊടുക്കും. അസർ മുതൽക്ക് അവർ നന്മത്തിന്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങും. സുബഹി വരെ. പിന്നീട് അടുത്ത വിഭാഗം വരും. ഇങ്ങനെ മലക്കുകൾ മാറി 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 റൊട്ടേറ്റ് ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മുമ്പ് വന്ന മലക്കല്ല പിന്നെ വരിക, അടുത്ത ടീമുകളാണ്, വേറെ ടീമുകൾ. വാച്ചർമാർ ഇഷ്ടം പോലെ നിന്നെ നിരീക്ഷിക്കുന്ന ഒരുപാട് വാച്ചർമാർ വരികയാണ്. എന്നിട്ടോ അവർ തിരിച്ചു പോകും. ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പഠിക്കണം നമ്മൾ, ഈ ഉമ്മത്ത് പഠിക്കണം. തിരിച്ചു പോകും. മലക്കുകൾ മുഴുവനും അവർ കയറിപ്പോകും. സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും ജോലി കഴിഞ്ഞതാകുന്ന മലക്കുകൾ അവർ തിരിച്ച് അള്ളാഹുവിൻ്റെ തിരുസവിധത്തിലേക്ക് ചെല്ലും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്, കൈഫ തറക്തും ഇബാദി, എൻ്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെ എത്തിച്ചത്? അവരെങ്ങനെയായിരുന്നു? നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ഏത് കോലത്തിലായിരുന്നു? അപ്പോൾ പറയും, അത്തൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു. അല്ലാഹ് സുബഹി നിസ്കരിക്കുകയായിരുന്നു. വതറക്നാഹും, ഞങ്ങൾ ഇങ്ങോട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരുമ്പോഴും വഹും യുസല്ലൂൻ, അവർ അസർ നിസ്കരിക്കുകയായിരുന്നു എന്ന് മലക്കുകൾ റബ്ബിനോട് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിസ്കരിക്കുന്നവനാണെങ്കിലോ കരിക്കാത്തവനാണെങ്കിലോ, പടച്ച റബ്ബേ, സുബഹിയുടെ സമയത്ത് ഞങ്ങൾ നോക്കുമ്പോ TMBയുടെ മുന്നിൽ അവൻ തിയേറ്ററിൽ പോകാൻ വേണ്ടി വാതിക്ക ടിക്കറ്റ് എടുക്കാൻ അവ്വൽ വക്കത്തിൽ തന്നെ അവൻ കാത്തു നിൽക്കുകയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോ അടുത്ത നൂൺ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് എന്ന് പറയും. അങ്ങനെ പോകുന്നവനോട്, കള്ളിഷാപ്പിൽ പോയി ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവനോട് അതിനെക്കുറിച്ച് പറയും. വ്യഭിചാരശാലകളിലേക്ക് പോകുന്നവനെ കുറിച്ച് അതിനെക്കുറിച്ച് പറയും. പക്ഷെ മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് നല്ല ഭാവന വേണമല്ലോ. അതുകൊണ്ട് ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞത്, അങ്ങോട്ട് ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കും, തിരിച്ചു വരുമ്പോഴും നിസ്കരിക്കുന്നവരാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ രേഖപ്പെടുത്തിയാൽ രക്ഷപ്പെട്ടില്ലേ? ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തും മലക്കുകൾ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതൊക്കെ നമ്മുടെ ക്യാമറകളാണ്, രഹസ്യ ക്യാമറകൾ, കിമാറാത്തുൻ ഖഫിയ, ഒളി ക്യാമറകളാണ്. നമ്മൾ അറിയുന്നില്ല ഇത്രയേറെ ക്യാമറകൾ ഉണ്ടായിരുന്നു. നമ്മളറിയാതെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കള്ളു കുടിക്കുന്നതും വ്യഭിചരിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ആര് കാണാതെ രഹസ്യമായി ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഇവരൊക്കെ കണ്ടുകൊണ്ടും വാച്ച് ചെയ്തുകൊണ്ടും രേഖപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. നാളുകൾക്ക് തെറ്റ് ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. വ്യാജ ജിന്നമ്മമാരും ജിന്നപ്പമാരും അധികരിച്ച കാലഘട്ടമാണ്. കള്ളത്തൊരീക്കത്തുകൾ ഇന്ന് ധാരാളമാണ്. നമ്മുടെ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കള്ളത്തൊരീക്കത്തുകൾ, വ്യാജ ത്വരീക്കത്തുകൾ. യഥാർത്ഥമായ ത്വരീക്കത്തുകളുണ്ട്, യഥാർത്ഥമായ ത്വരീക്കത്തുകളുണ്ട്. ആ ത്വരീക്കത്തുകളെ കുറിച്ചല്ല പറയുന്നത്. കള്ളത്തൊരീക്കത്തുകളും വ്യാജ ത്വരീക്കത്തുകളും ഒരുപാട് ഒരുപാട് കടന്നുകൂടിയിരിക്കുന്നു. ഒരുപാട് ജിന്നമ്മമാർ ഉടലെടുത്തിരിക്കുന്നു. എന്നിട്ട് പറയാണ്, എൻ്റെ മേത്ത് ഹാളിറാവും, ഇപ്പൊ കണ്ടോണമെന്ന് പറഞ്ഞിട്ട് ഹാളിറായൊക്കെ കാണിക്കാൻ ഓരോ ആളുകൾ, വ്യാജന്മാർ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. സാമ്പത്തികമായ തട്ടിപ്പുകൾ, ചൂഷണങ്ങൾ ഇന്ന് സമൂഹത്തിൽ അധികമുണ്ട്. ഒക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സഹോദരിമാർ നല്ലതുപോലെ ശ്രദ്ധിക്കട്ടെ. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ളതാകുന്ന ആളുകൾക്ക് മുന്നിൽ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളയാനല്ല.
ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള ആളുകളുടെ പിന്നിൽ പെട്ടുപോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ചു പോയവരുണ്ട്. പല മോശപ്പെട്ട മന്ത്രവാദ ചികിത്സ നടത്തിയിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മരണം വരെ ഉണ്ടായ ചരിത്രം നമുക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇവിടെ ഉലമാക്കളുണ്ട്, സാദാത്യങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. മസലകൾ ചോദിച്ചാൽ കൃത്യമായി നമുക്ക് അടയാളപ്പെടുത്തി നൽകുന്നതാകുന്ന ഉലമാക്കൾ ഇവിടെയുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ളതാകുന്ന വാറോലകളുടെ പിന്നിൽ നിങ്ങൾ പോകുന്നത്? എന്തിനാണ് നിങ്ങളുടെ സമ്പത്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് മുന്നിൽ കൊണ്ടുപോയി അടിയറ വെക്കുന്നത്? അള്ളാഹു എന്ന ജഗന്നിയന്താവാകുന്ന പരിപാലകനാകുന്ന പടച്ചിറപ്പിനെ നല്ലതുപോലെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വ ചെയ്ത് ജീവിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ തിന്മകളും അടയാളപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാലാമതായി അടയാളപ്പെടുത്തുന്നത് അവന്റെ സ്ഥലമാണ്. മക്കാനുഹു. നമ്മൾ എന്ത് നന്മ ചെയ്താലും ആ സ്ഥലം നമുക്ക് വേണ്ടി അടയാളപ്പെടുത്തും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, ഇബ്രാഹിം മനാനി ഉസ്താദ് ഇരിക്കുന്നു, ഷാഹിദ് ഉസ്താദ് ഇരിക്കുന്നു, അസദ് വക്കീൽ ഇരിക്കുന്നു. ഇവരൊക്കെ ഇരിക്കുന്ന ഈ കസേരകൾ, ഈ സ്ഥലങ്ങൾ, ഞാൻ ഇടക്കം ഇരിക്കുന്ന, നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഈ സദസ്സിലുള്ളതാകുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, കടയുടെ തിണ്ണകളിരിക്കുന്നവരുണ്ടാകും, കസേരയിരിക്കുന്നവരുണ്ടാകും, നിൽക്കുന്നവരുണ്ടാകും. നിങ്ങളുടെ ഓരോരുത്തരും ആ നിൽക്കുന്ന സ്ഥലങ്ങളും ഈ ഓരോരോ മണൽത്തരികളും നാളെ അടയാളപ്പെടുത്തപ്പെടും. ഇവിടെ 10,000-കണക്കിന് ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ട് പോയിട്ടുള്ള ഭൂമികയായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല 10 മടങ്ങ് നന്മകൾ രേഖപ്പെടുത്തുക നിങ്ങളെയാണ്. എന്തുകൊണ്ട്? നിങ്ങളിരിക്കുന്നത് ആത്മീയമായ മജ്‌ലിസിലാണ്. ഇരിക്കുന്ന മണിക്കൂറുകൾ, ഇരിക്കുന്ന സെക്കൻഡുകൾ മുഴുവനും അള്ളാഹു അടയാളപ്പെടുത്തും. ഒരു സെക്കൻഡ് പോലും വിട്ടുപോകില്ല. ഒക്കെ പടച്ച തമ്പുരാൻ അടയാളപ്പെടുത്തും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഫമാ ബക്കത അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. അവിശ്വാസികളാകുന്ന ആളുകൾ അവർ മരണപ്പെട്ടു പോകുമ്പോൾ ആകാശഭൂമികൾ കരയാറില്ല. മോമിനായ മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ ലോകം മുഴുവനും കരയും, ആകാശവും ഭൂമിയും കരയും, നിസ്കരിക്കുന്ന സ്ഥലം കരയും, മുസല്ല കരയും. അതുകൊണ്ടല്ലേ 2 റക്അത്ത് നിസ്കരിച്ചു കഴിയുമ്പോൾ നമ്മൾ മുസല്ല മാറ്റിപ്പിടിക്കുന്നത്. നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് മാറി ഇപ്പുറത്തോട്ട് നിൽക്കും വീണ്ടും, അല്ലേ? ഫർദ് നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കും. എന്തിനാണ്? ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് നാളെ സാക്ഷികളാണ്. നീ ചെയ്ത നന്മകൾക്ക് സാക്ഷിയാണ്. നീ തിയേറ്ററിൽ പോയി ഇരുന്നിട്ടുണ്ട് എങ്കിൽ അത് ബാൽക്കണിയിലാണോ ഇരുന്നത്, എവിടെയാണ് ഇരുന്നത്, ആ സീറ്റുകൾ നിനക്കെതിരായിട്ട് നാളെ സാക്ഷിപത്രമാകും. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നീ ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിന്നത്, നീ വിചാരശാലകളുടെ മുന്നിൽ പോയി നിന്നത്, നീ നാട്ടിലുള്ളതാകുന്ന പാവങ്ങളെ പറ്റിച്ചിട്ട് പൈങ്കിളി പുസ്തകങ്ങൾ വാങ്ങാൻ കരുനാഗപ്പള്ളിയിലെ ഇന്ന കടയിൽ പോയി ഒളിച്ചിരുന്ന പുസ്തകം വാങ്ങിയത്. കട ഞാൻ പറയണ്ട, ഇന്ന സ്കൂളിന്റെ ഇന്ന ഭാഗത്തുള്ള ഇന്ന കട, തിരിയുന്നവർക്ക് തിരിഞ്ഞു. ആ കടയിൽ പോയിട്ട് ഇന്ന പുസ്തകം വാങ്ങിയത്, ഇതൊക്കെ അടയാളപ്പെടുത്തപ്പെടും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആ പുസ്തകം രഹസ്യമായി ഇന്ന മുറിയിലിരുന്നു കൊണ്ട് നീ വായിച്ചു തീർത്തത്, ആരും അറിയാതെ രഹസ്യമായി പാതിരാത്രി സമയത്തിൽ മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരുന്നത്, നിന്റെ വാപ്പയറിയാതെ ഉമ്മയറിയാതെ രഹസ്യമായി അന്യ പെണ്ണുമായിട്ട് പുതപ്പിനടിയിൽ വെച്ചുകൊണ്ട് ചാറ്റ് ചെയ്തത്, പ്രവാസിയാകുന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പയെ കളിപ്പിച്ചിട്ട് 50,000-ഉം 25,000-ഉം ഒക്കെ വാപ്പയുടെ സമ്പാദ്യത്തിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അന്യ പെണ്ണുമായിട്ട് ചൂതാട്ടത്തിലൂടെ അന്യ പെണ്ണുമായിട്ട് കളിച്ചും രസിച്ചും ഈ കരുനാഗപ്പള്ളിയുടെ മണ്ണിലൂടെ നീ കളിച്ചും രസിച്ചും ബൈക്കിലൂടെ സഞ്ചരിച്ചത്, അടിച്ചു പൊളിച്ചു തീർത്തത്. ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ ഏതെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അടയാളപ്പെടുത്തപ്പെടും. എവിടൊക്കെ പോയി, ഏതൊക്കെ സ്ഥലങ്ങൾ, അതെല്ലാം അടയാളപ്പെടുത്തപ്പെടും. ഇപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വരുന്നുണ്ടാകും നിങ്ങൾ പണ്ട് ജീവിതത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ. പണ്ട് നിങ്ങളുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്തതാകുന്ന തെറ്റുകളൊക്കെ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് തെളിഞ്ഞു വരട്ടെ. ചെറുപ്പത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകൾ, ഉമ്മയുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ വാപ്പയുടെ പോക്കറ്റിൽ നിന്ന് ഉമ്മ സൂക്ഷിച്ചു വെച്ചതാകുന്ന തേയിലപ്പാട്ടത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാകുന്ന പൈസയുടെ തുകയുടെ എണ്ണം വരെ ഒരു പക്ഷേ മനസ്സിലുണ്ടാവും. ആ തേയിലപ്പാട്ടത്തിൻ്റെ കളർ വരെ, അതിൻ്റെ ചിത്രം വരെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ മായാതെ മറയാതെ മിന്നുമറയുന്നുണ്ടാകും. നിങ്ങൾ അടിച്ചു മാറ്റിയത്, ഓരോരുത്തരും കൊണ്ടു നടന്നത്, സമ്പാദ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന തെറ്റുകൾ. നിന്റെ കൂട്ടുകാരൻ, നീ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നീ ഏത് വിരലിനിടയിൽ വെച്ചുകൊണ്ടാണ് സിഗരറ്റ് വലിക്കേണ്ടത് എന്ന് നിന്നെ പഠിപ്പിച്ച നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ,
അതെങ്ങനെ അതിന്റെ മുഫ് പുറത്തേക്ക് വിടണം, അത് നിന്നെ കൂതാൻ വേണ്ടി പഠിപ്പിച്ചവൻ. അത് റൗണ്ട് ചെയ്ത് വിടേണ്ടത് എങ്ങനെ, അത് മൂക്കിലൂടെ പുറത്തേക്ക് വിടേണ്ടത് എങ്ങനെ, ഇങ്ങനെ വരെ നിനക്ക് ക്ലാസ് തന്ന് നിന്നെ വഴികളിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരൻ. ഇതൊക്കെ ഒരുപാടുണ്ട് പറയാൻ. നിന്നെ തെറ്റിലേക്ക് തിരിച്ചുവിട്ട ഒരുപാട് കൂട്ടുകാരുണ്ട്. പക്ഷെ അവരാരും നിനക്ക് രക്ഷ ഉണ്ടാവുകയില്ല ഖബറിലും മഹ്ശറിലും. മനസ്സിലാക്കണം, നീ ഒറ്റയ്ക്ക് അനുഭവിക്കണം ശിക്ഷകൾ മുഴുവനും. അവിടെയാണ് പ്രശ്നം. നിന്നെ ഈ തെറ്റിലേക്ക് വഴിതിരിച്ചു വിട്ടവരൊക്കെ നിന്റെ കൂടെ ഉണ്ടാകുമെങ്കിൽ അൽഹംദുലില്ലാ, പ്രശ്നമില്ല, അനുഭവിക്കാൻ രണ്ടുപേരുണ്ടല്ലോ എന്ന് പറയാം. പക്ഷെ ഇവരാരും ഉണ്ടാവൂല. നീ പോയ സ്ഥലങ്ങൾ മുഴുവനും നിനക്ക് അടയാളപ്പെടുത്തപ്പെടും. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅ്ളാഉഹു, മനുഷ്യ നീ ചെയ്തതാകുന്ന തെറ്റുകൾ മുഴുവനും നിന്റെ കയ്യും കാലും ശരീരത്തിൻ്റെ അവയവങ്ങളും അടയാളപ്പെടുത്തും സയ്യിദുനാ റസൂലുള്ളാഹി. അഞ്ചാമത്തെ ക്യാമറ അതാണ്. അള്ളാഹു എന്ന ക്യാമറ, റഖീബ് അതീദ് അലൈഹിമുസ്സലാം എന്ന ക്യാമറ. ഈ ക്യാമറകൾക്ക് പുറമെ സുബഹിക്കും അസറിനും അള്ളാഹു സുബ്ഹാനഹു വ തആല റൊട്ടേറ്റ് ചെയ്യുന്നതാകുന്ന മലക്കുകളാകുന്ന വിവിധങ്ങളാകുന്ന ക്യാമറകൾ. അതിനെല്ലാം പുറമെ നീ ചെയ്യുന്നതാകുന്ന നന്മ തിന്മകൾ ചെയ്യുന്ന സ്ഥലങ്ങൾ. നീ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ നന്മ കൊണ്ട് ആ സ്ഥലം സാക്ഷി നിൽക്കും. നീ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ തിന്മ കൊണ്ട് ആ സ്ഥലം സാക്ഷി നിൽക്കും. അല്ലാഹു നിന്റേതാകുന്ന അവയവങ്ങൾ മുഴുവനും നിനക്കെതിരായി സാക്ഷി നിൽക്കും. നീ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നീ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ, നിനക്ക് അനുകൂലമായി നാവ് സാക്ഷിയാകും. നീ നാവ് കൊണ്ട് ഫനാ പറഞ്ഞവനാണോ, നിനക്ക് പ്രതികൂലമായി സാക്ഷിയാകും. ഇതൊക്കെ അറിയുക മരണത്തോടു കൂടിയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മരണത്തോടു കൂടി ഇതൊക്കെ അറിയും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു മനുഷ്യനെ കൊണ്ടുവന്ന ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായി അവൻ ഖബറിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമേതാണ്? ആദ്യമായി ഒരു മനുഷ്യന് ഖബറിൽ കണ്ടുമുട്ടുന്ന കാര്യം എന്താണ്? ഈ ഒറ്റ ഹദീസ് ഓതിയിട്ട് നമ്മൾ നിർത്താൻ ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മാ സഅലനി അൻഹു ഇല്ലാ അൻത യബ്ന മസ്ഊദ്. ഇബ്നു മസ്ഊദേ, നീയല്ലാതെ എന്നോട് ഇന്ന് വരെ ഒരാൾ പോലും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദേ, ആദ്യമായി എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്, ഖബറിൽ ആദ്യമായിട്ട് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ പറ്റി എന്നോട് ആദ്യമായി ചോദിക്കുന്നത് നീയാണ് ഇബ്നു മസ്ഊദേ. അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലക്കുൻ ഇസ്മുഹു റൗമാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ആദ്യമായി ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിലേക്ക് വെച്ചാൽ ഖബറിൽ ആദ്യമായി അവൻ കാണുന്നത് റൗമാൻ എന്ന മലക്കിനെയാണ്. ഖബർ തുറന്നുകൊണ്ട് കടന്നു വരുകയാണ്. ആ മലക്ക് വന്നുകൊണ്ട് അവനെ വിളിച്ചുണർത്തിയിട്ട് അവനോട് പറയുകയാണ്, യാ അബ്ദല്ലാഹ് ഉക്തുബ് അമലക. അല്ലയോ അള്ളാഹുവിന്റെ അടിമയെ, നീ നിന്റെ സർവ്വ അമലുകളും നീ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന നന്മകൾ ഏതാണ്, തിന്മകൾ ഏതാണ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ. ഇന്നത്തെ ഒരു ദിവസം പ്രഭാതം മുതൽക്ക് പ്രദോഷം വരെ നിങ്ങൾ ചെയ്ത നന്മകൾ ഒന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞാൽ എത്ര പേർക്ക് കൃത്യമായി ഓർമ്മയുണ്ടാവും? ഇന്ന് നേരം വെളുത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്ത നിങ്ങളുടെ അനക്കമടക്കം മുഴുവനും ഒന്ന് എഴുതാൻ പറഞ്ഞാൽ എത്ര പേർക്ക് സാധിക്കും? ചിലർക്ക് സാധിക്കും, ചിലർക്ക് സാധിക്കൂല. ഇവനിങ്ങനെ ചിന്തിക്കും, ഖബറിലിരിക്കാൻ ആദ്യമായിട്ട് കടന്നു വരുന്ന മലക്ക് റൗമാൻ, മുൻകർ നക്കീർ അലൈഹിമുസ്സലാം ഒക്കെ പിന്നീടാണ്. ഈ മലക്ക് വന്നിട്ട് പറയാൻ, എഴുതാൻ പറയാൻ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും എഴുതണം, എല്ലാ തിന്മകളും എഴുതണം, ഒക്കെ രേഖപ്പെടുത്തണം. നഊദു ബില്ലാഹ്, അവൻ ചിന്തിക്കുകയാണ്, എന്താണ് അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്? സുബ്ഹാനല്ലാഹ്, അവന്റെ ചെറുപ്പകാലഘട്ടം മുതലുള്ള ചിന്തയാണ്.
അവൻ കൗമാരപ്രായത്തിലേക്ക് എത്തിയപ്പോൾ പോയി കണ്ട സിനിമകൾ ഏതെല്ലാം തിയേറ്ററിന്റെ മുന്നിൽ പോയിരുന്നു കൊണ്ട് ക്യൂ നിന്നുകൊണ്ട് മോശപ്പെട്ട സിനിമകൾ കണ്ടു തീർത്തവരുണ്ടോ? അശ്ലീല പടങ്ങൾ കണ്ടവരുണ്ടോ? മോശപ്പെട്ട തിയേറ്ററുകൾ പോയി വരെ, വിദൂരതകളിൽ പോയി വരെ സിനിമകൾ കണ്ടു തീർത്തവരുണ്ട്. സൈക്കിളിൽ പോയവരുണ്ട്, ബസ്സിൽ പോയവരുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്തവരുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ട് പരസ്പരം ബന്ധപ്പെടാൻ തയ്യാറായി നിന്നതാകുന്ന ആളുകളുണ്ട്, സഹോദരങ്ങളുണ്ട്. സ്വന്തം ഭർത്താവറിയാതെ മറ്റുള്ള കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്തിയവരുണ്ട്. ആ ഭർത്താവിനെ കൊണ്ടുവന്ന കടത്തണ്ട കിടക്കയിൽ, ഭർത്താവിരിക്കേണ്ടതാകുന്ന വിരിപ്പില് മറ്റുള്ള കാമുകന്മാർക്ക് വേണ്ടി പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതയിൽ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് കൊടുത്തിട്ട് ഭർത്താവറിയാതെ രഹസ്യമായി വീട്ടിനുള്ളിലേക്ക് കയറ്റിയതാകുന്ന പ്രവാസികളുടെ ഭാര്യമാരടക്കമുണ്ട്. ഈ നാട്ടിലുള്ളതാകുന്ന യുവാക്കളുടെ ഭാര്യമാരടക്കമുണ്ട്. എത്രയെത്ര ഭാര്യമാരാണ് സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഭാര്യമാര്. ആ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോൾ മറ്റുള്ള സ്ത്രീകളെ, പരസ്ത്രീകളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് അതിൽ ആസ്വദിക്കാൻ വേണ്ടി റെഡ് വരാന്തകൾ തേടിപ്പോയതാകുന്ന ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലയോ? എല്ലാ തെറ്റുകളും അവന് രേഖപ്പെടുത്തുകയാണ്. ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. ഒരു ദിവസം ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങൾ പോലെ അവന്റെ ജീവിത കാലഘട്ടം മുതൽ അവൻ്റെതാകുന്ന പ്രവാസ ലോകത്തേക്ക് പോയതും നാട്ടിൽ ജീവിച്ചതുമായ ഘട്ടങ്ങൾ മുതൽ അവന്റെ കൗമാരവും അവന്റെ യൗവനവും അവൻ്റെതാകുന്ന വാർദ്ധക്യവും എന്ന് വേണ്ടവന്റെ മരണം വരെയുള്ളതാകുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്തുകൊണ്ട് ഒരൊറ്റ ദിവസം ചെയ്ത നന്മ തിന്മകൾ പോലെ പരിപൂർണമായി രേഖപ്പെടുത്തുമേ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിലേക്കാ? അവന്റെ കഫംപുടയിലേക്ക്, അവന്റെ കഫംപുടവിലേക്ക്. കാരണം എഴുതാൻ പേനായും മഷിക്കുപ്പിയൊന്നുമില്ല, മഷിയില്ല, പേനയില്ല. ഉമനീരിലേക്ക് വിരൽ മുക്കി, വിരലാണ് അവന്റെ പേന, വിരലിന്റെ തുഞ്ചമാണ് പേന. ഇതൊക്കെ നാളെ കാണാൻ പോവാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ നിരീശ്വരവാദി, യുക്തിവാദി, എന്താ ഇപ്പം ഈ പറയുന്നത്, മരിച്ചുപോയ മനുഷ്യനെ ജീവിപ്പിക്കുമെന്ന്. ഇതൊന്നും ഇവിടെ നടക്കുവാത്ത കേസല്ലേ എന്നൊക്കെ പറഞ്ഞ് നിലകൊള്ളുന്നവരെ, മരണത്തോടുകൂടി ഈ ലോകം അസ്തമിക്കുമെന്ന് വാദിക്കുന്നവരെ, ഇനി അടുത്ത ലോകം നിങ്ങൾക്ക് കാണാനിരിക്കുന്നു. മരണമുണ്ട് എന്നും ഖബർ ജീവിതമുണ്ട് എന്നും അവിടെ ചോദ്യമുണ്ട് എന്നും മഹ്ശറയുണ്ട് എന്നും അവിടെ ചോദ്യമുണ്ട് എന്നും അതിനുശേഷം ഈ ദുന്യവിയായ ലോകത്ത് നമസ്കാരവും ഇബാദത്തുകളും അനുഷ്ഠിച്ച ആളുകൾക്ക്, പരിപൂർണമായി റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിച്ചവർക്ക് സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അല്ലാത്തവർക്ക് നരകമുണ്ട് എന്ന് ഉറപ്പുള്ളവരുമാണ് വിശ്വാസികളാകുന്ന നമ്മൾ. എന്നിട്ട് നമ്മൾ തെറ്റിലേക്ക് പോകുന്നതിനാണ് പ്രശ്നം. നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും എല്ലാ നന്മകളും ഒരു ദിവസം ചെയ്യുന്നത് പോലെ ഓർത്തെടുത്തുകൊണ്ട് ഒക്കെ രേഖപ്പെടുത്തും. നിന്റെ ഉമനീരാകുന്ന മഷിക്കുപ്പിയിലേക്ക് നിന്റെ വിരലാകുന്ന പേനയെ ചേർത്ത് പിടിച്ച് നിന്റെ കഫം പുടവ, 3 തുണി കഫം പുടവയിലേക്ക് ഒക്കെ എഴുതും. അതിനകത്ത് കുത്തി നിറച്ച് എഴുതി വെക്കും സയ്യിദുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് മനസ്സിലാക്കിയ മുഅ്മിനീങ്ങളെ, അവിടെ നമ്മൾ നന്മ രേഖപ്പെടുത്തിയാലും തിന്മ രേഖപ്പെടുത്തിയാലും ഇതുമായിട്ടാണ് നാളെ മഹ്ശറയിലേക്ക് വരിക. ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുട്ടി അവൻ്റെ ചുമലിൽ കൊടുക്കും. ഇതുമായിട്ട് നാളെ മഹ്ശറയിൽ വരും. അന്ന് വരുമ്പോൾ നമ്മൾ കൈകടിക്കേണ്ടി വരരുത്. വലത് കൈയിലേക്ക് നിന്റെ ഏട് നൽകപ്പെട്ടാൽ ഈ എഴുതി കുത്തി നിറച്ചതൊക്കെ നന്മകളെല്ലാം ക്രമീകരിച്ചിട്ടാണ് നിനക്ക് മുൻതൂക്കമുണ്ടെങ്കിൽ നിന്റെ വലത് കൈയിൽ ഏടാക്കി നൽകും. നീ രക്ഷപ്പെട്ടു. അതല്ല നീ കബറിൽ നിന്നുകൊണ്ട് കുത്തി നിറച്ചതൊക്കെ തിന്മകളാണ് എങ്കിൽ അതെല്ലാം കറക്റ്റായി രേഖപ്പെടുത്തും. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹസാഹ. ഒരു നന്മകൾ പോലും കുറയാതെ, ഒരു തിന്മകൾ പോലും വിടാതെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അക്യുറേറ്റ് ആയിട്ട് പക്വതയോടുകൂടി രേഖപ്പെടുത്താൻ, അതിനാണ് ഇത്രയും മലക്കുകളെ വെച്ചിട്ട് നിരീക്ഷണത്തോടുകൂടി നിലകൊള്ളുന്നത്. പരിപൂർണമായി രേഖപ്പെടുത്തും. ഒരല്പം പോലും കുറയ്ക്കൂല ഒരു നന്മയും, ഒരല്പം പോലും പടച്ചറപ്പ് കൂട്ടൂല ഒരു തിന്മയും. ഒക്കെ രേഖപ്പെടുത്തി അതെല്ലാം തിന്മ അധികരിച്ചതാണെങ്കിൽ ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടും. പിന്നെ പറയേണ്ടതില്ലല്ലോ ഹിസാബ്, പിന്നെ പറയേണ്ടതില്ലല്ലോ നിന്റെ ലോകം. നിന്നെ നരകത്തിന്റെ വിറകുകൊള്ളികളാക്കപ്പെടും. ഇതൊക്കെ സമൂഹത്തോട്
സമൂഹത്തോട് സമുദായത്തോട് പറയുമ്പോൾ പുച്ഛ മനോഭാവത്തോടുകൂടി ഇങ്ങനെയൊന്നും ഇല്ല മുസ്ലിയാരെ, ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന യുക്തിവാദികളുടെ പ്രഭാഷണം കേട്ടിട്ട് നിങ്ങൾ നടന്നാൽ അവിശ്വാസത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് തുറക്കപ്പെടും. അവിശ്വാസത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. ഇവിടെ അവിശ്വാസികളാകുന്ന ആളുകൾ ഒരുപക്ഷെ 1-2 ആളുകളുണ്ടാവും. അവരെ കണ്ടിട്ട് മീഡിയകൾ വാർത്ത വല്ലാതെ കൂടുന്നത് കണ്ടിട്ട് നിങ്ങളാരും നെഗളിക്കണ്ട. ഇവിടെ അലി അക്ബർ എന്ന് പറഞ്ഞ് ഒരാൾ അമുസ്ലിമായതിൻ്റെ പേരിൽ ഇവിടെ ഇസ്ലാമിൽ നിന്നും ആളുകളൊന്നും കുറയുന്നില്ല. അല്ലെ തന്നെ അലി അക്ബർ എന്നുള്ള വിശ്വാസം ഇസ്ലാമിലില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു അക്ബർ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ ഇസ്ലാമിൽ അള്ളാഹു അക്ബർ, അള്ളാഹാണ് വലിയവൻ എന്നാണ് നമ്മുടെ വിശ്വാസം. അലിയാണ് വലിയവൻ നമ്മുടെ വിശ്വാസമുണ്ടോ? അത് ഷിയായിസാണ്, നമുക്ക് വിശ്വാസമില്ല. ആ പേര് കൊണ്ട് തന്നെ പോയി, അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു അക്ബർ, അള്ളയാണ് വലിയവൻ. 1-2 ആളുകളൊക്കെ ഇസ്ലാമിലും തെറ്റിപ്പോയെന്ന് കണ്ടിട്ട് നമ്മുടെ ഈമാനിന് വ്യതിചലിക്കണ്ട. ഈമാൻ ഉറച്ചു നിന്നോ, ഈമാൻ ഉറച്ചു നിന്നോ. അവസാന കാലഘട്ടമാകുമ്പോൾ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ തിരിയും. ഭക്ഷണത്തലികയിലേക്ക് ചുറ്റുമുള്ള ആളുകൾ കടന്നാക്രമിച്ചുകൊണ്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് മുറിവേൽക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിമിനെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ, ഹലാൽ ജിഹാദ് എന്ന പേരിൽ, ഏതെല്ലാം പേരിൽ മുസ്ലിമിനെ തേജോവധം ചെയ്യാമോ ആ രീതിയിലൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു, പുലർന്നുകൊണ്ടിരിക്കുന്നു. ഇത് പരിശുദ്ധ പ്രവാചകൻ 1400 വർഷം മുമ്പ് എന്റെ ഹബീബ് ലോകത്തോട് ഉച്ചസ്വരം പ്രഖ്യാപിച്ചതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഈമാൻ മുറുകെ പിടിക്കണം നമ്മൾ. അല്ലാതെ ഈമാൻ തെറ്റല്ല വേണ്ടത്. ഇതൊക്കെ ഇവിടെ ഉണ്ടാകും. വർഗീയവാദികൾ ഉണ്ടാകും, മോശപ്പെട്ട ചിന്താഗതിക്കാരുണ്ടാകും. എന്നാലും അയൽവാസിയാകുന്ന സഹോദരൻ, അത് ജോസഫ് ആകട്ടെ, അത് നാരായണനാകട്ടെ, അത് മുഹമ്മദ് ആകട്ടെ, തുല്യമായി കണ്ട് അവന്റെ പട്ടിണി മാറ്റിക്കൊടുക്കണമെന്ന് പഠിപ്പിച്ചതാകുന്ന പരിശുദ്ധ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികളാകുന്ന നമ്മൾ ഇസ്ലാമിന്റെ സനതായ മൂല്യങ്ങളെ, ആദർശങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ ചോദ്യപ്പെടുന്ന രീതിക്കുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, ചിന്താധാരകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ സംശുദ്ധമായ ജീവിതം നയിക്കണം. നമ്മൾ അവർക്ക് മാതൃകാപരമായ ജീവിതം കാഴ്ച കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.